പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് is injurious to health. Smoking causes cancer. പെട്ടെന്ന് പാടി എളുപ്പം ഒരു സമയം പോയി താമസിച്ച് ഇന്നും അയക്കുള്ള മോന്ത കാണേണ്ടി വരും. അതെല്ലാം ഇപ്പോഴും അങ്ങനെ കാണുന്നതല്ലേ. വേഗം വാ. അവിടെ നിൽക്കും ബാഗ് കാണിച്ചിട്ട് പോയാൽ മതി. എന്താടി നല്ല വരാത്ത എന്താടി അവിടേക്ക്? ഇതെന്തുവാ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നോക്കണം? എന്തുവാ നോക്കണം? ഓ കൊള്ളാലോ. വരുവുണ്ടോ? വിജയണ്ണ മോള് ജനിച്ചെന്ന് കേട്ടല്ലോ. 2 ദിവസമായി. പേരൊക്കെ ഇട്ടണ്ണ? വിജയൻ എന്തിനാ പേര്? എടിയെന്ന് അവളെന്നൊക്കെയാന്ന് വിളിച്ചോളൂ.
നീ നോക്കിയോ മണിയാ, നെഹ്റു ഇന്ദിരാഗാന്ധി വളർത്തിയ പോലെ ഞാൻ ഇവിടെ വളർത്തും. നല്ല കളിയാ. കൊല്ലത്തിന് കെട്ട് ഒരു ഇന്ദിരാഗാന്ധി. അമ്മയുടെ മോള് സുന്ദരിയായല്ലോ. വീഴും. ഒന്നേ പോയാ തിരുന്ന് കളി കേട്ടാ. ചെല്ലേ ഇനി ഇത് വെള്ളം വെച്ച് കളിക്കട്ടെ. എന്നാ കൊണ്ടോ നോട്ടെ. ആ ഇപ്പൊ ശരിയായല്ലോ. അവിടെ പോലെയാണോ നീ? ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളേ ജയ. നീ ഇതെന്തുവാ പിന്നെ ഇങ്ങനെയൊക്കെ കെയറ് കിട്ടുന്നില്ലേ? അതൊക്കെ വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അത് ഇങ്ങനെയൊക്കെ തന്നെ തോന്നിയത്. പക്ഷെ കുറച്ചുകൂടി വലുതായ ശേഷം ഒന്ന് ആലോചിച്ചപ്പോൾ നീ നോക്കിയോ മണിയാ, നെഹ്റു ഇന്ദിരാഗാന്ധി വളർത്തിയ പോലെ ഞാൻ ഇവിടെ വളർത്തും. നല്ല കളിയാ. കൊല്ലത്തിന് കെട്ട് ഒരു ഇന്ദിരാഗാന്ധി. പക്ഷെ മുടി വേണം കേട്ടോ, അല്ലേ കല്യാണം നടക്കത്തില്ല. കരയണ്ട കരയണ്ട. നോക്കട്ടെ, അമ്മയുടെ മോള് ചുണ്ടരിയായിരുന്നു. അമ്പിളരെ പോലെ കാതും കുത്താൻ നടക്കുമായിരുന്നു. ഓ കരയണ്ട 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 കേട്ടോ. വീഴും. ഒന്നേ പോയാ തിരുന്ന് കളി കേട്ടാ. ചെല്. നാട്ടുകാരെ കൊണ്ട് മരം കയറി പെണ്ണ് വിളിപ്പിക്കാൻ. അവക്ക് വേറെ എവിടെയും കണ്ടില്ല കളിക്കാൻ. അച്ഛാ എനിക്ക് ടെഡി ബിയർ വേണം. എന്താ പേര്? അതൊരു പാവയച്ചാ. ഇനി ഇത് വെള്ളം വെച്ച് കളിക്കട്ടെ. എന്നാ കൊണ്ടോ. നോട്ടെ. ആ ഇപ്പൊ ശരിയായല്ലോ. ഇനിയിപ്പോ വീട്ടിലിടാൻ ചേട്ടൻ്റെ ഒക്കെ മതിയല്ലോ. വെറുതെ പുതിയ വാങ്ങി പൈസ കളയണ്ട കേട്ടാ. അവളുടെ ബുക്കൊക്കെ അവളെ പോലെയാണോ നീ? അവിടെ ബുക്ക് വെച്ചിട്ട് ആർക്കും പഠിക്കാനൊന്നുമില്ല. നിന്റെ ബുക്ക് വെച്ച് അവൾക്ക് പഠിക്കാലോ. അല്ലാതെ പുതിയ വാങ്ങിച്ചു കൊടുക്കുക അച്ഛൻ്റെ കാശില്ലെന്ന് അറിഞ്ഞൂടെ? എന്തിന് എൻ്റെ പേര് പോലും ചേട്ടൻ്റെ പേരുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ടാണ്. എന്തോ ചേട്ടൻ്റെ പേര്?
ചൂളടിക്കാടി. അമ്മ ട്യൂഷൻ അമ്മ, ഞാൻ പോട്ടാ. അച്ഛനോടൊന്ന് പറ അമ്മ. ഇനിയിപ്പോൾ അതിൻ്റെ കുറവേ ഉള്ളൂ. ഇപ്പം തന്നെ അവനെ കോളേജ് ചേർക്കാൻ പൈസ ഒരുപാടെ. നീ പോയി പാത്രം കഴിവേ. +2 ആകുമ്പോൾ വിടാന്ന് പറഞ്ഞല്ലേ, ചേട്ടനെ വിട്ടായിരുന്നല്ലോ. തൽക്കാലം നീ അവൻ്റെ ഗൈഡൊക്കെ വെച്ചങ്ങ് പഠിച്ചാൽ മതി. ഇത് വെച്ച് ഞാൻ അങ്ങനെ പഠിക്കാനാ? ഇതുവരെ പോയിട്ടില്ലല്ലോ അച്ഛാ. ഇത് ലാസ്റ്റ് ഇയർ അല്ല, എല്ലാരും പോകുന്നുണ്ട്. ടൂർ അങ്ങനെ എല്ലാവരുടെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓ, ഞാൻ പഠിച്ചിരുന്നപ്പോഴും പെമ്പിളർ എല്ലാവരും ഒന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ അവിടെ എന്തത്ര കാണാനുള്ള ഊട്ടിയിൽ തണുപ്പല്ലാതെ. ഞാൻ പോയിട്ടുള്ളല്ലേ. അച്ഛാ എല്ലാരും പോകുന്നുണ്ട്, പ്ലീസ് ഒന്നും ഉണ്ടായില്ല അച്ഛൻ. ഇനി ഊട്ടി പോകാത്തൊരു കുറവേ ഉള്ളൂ. നമുക്കറിയാമോ ഊട്ടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്കിലൊരു കാര്യം ചെയ്യും, നിങ്ങൾ കണ്ട ഊട്ടിയെ പറ്റിയിട്ട് 4 പേജിൽ കവിത ഒരു ഉപന്യാസം എഴുതി എനിക്ക് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ കണ്ട ഊട്ടി അടിയിൽ വരാം. ഊട്ടി വളരെ മനോഹരമായ സ്ഥലമാണ്. ഊട്ടിയിൽ നല്ല മഞ്ഞും തണുപ്പുമാണ്. ഊട്ടിയിലെ ട്രെയിൻ യാത്ര വളരെ മനോഹരമാണ്. മൊത്തത്തിൽ ഊട്ടി പൊളിയാണ്. +2 വരെ പഠിച്ചതന്നെ വലിയ കാര്യം. ഇനിയിപ്പോൾ കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ട് എന്തോ ചെയ്യാനാ? അവള് കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ചതല്ലേ അടി. ഓ, എന്ന് വെച്ചാൽ എന്തുവാ ഇത്രയും ദൂരത്തൊക്കെ അയച്ചു പഠിക്കണോ? തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ വേണ്ട അച്ഛാ. നിന്നെ പോലെ ഒന്നും അല്ലല്ലേ. ഒരു ഡൊണേഷൻ പോലും കൊടുക്കാൻ കിട്ടിയ സീറ്റാ. ആ കോളേജിലൊക്കെ സീറ്റ് കിട്ടാൻ വലിയ പാടാ. നമ്മളായിട്ട് അയക്കായിരുന്ന മോശമല്ലേ അടി. 2 അടവൂടെ കഴിഞ്ഞാൽ കുടുംബശ്രീയുടെ ലോൺ കഴിയും. നമുക്ക് കുറച്ച് പൈസ ഇവിടെ ചോദിച്ചാലാ? അതൊക്കെ സമയം എടുക്കത്തില്ലേ അടി. ഒന്ന് ചോദിച്ചു നോക്കാം. അയ്യോ മണിയമ്മാവൻ. ആ അളിയനാ, കേറി വാളിയ. എന്ത് സൗണ്ടാണ് ഇത്? ഇച്ചിരി ലവലോലിക്കാടി. എന്തിനാണ് വെറുതെ? വെറും കൈയോടെ വരാൻ തോന്നത്തില്ല. ഇവിടെ ഒരു കൊലോട്ടി വെച്ചേക്കെന്ന് പറഞ്ഞായിരുന്നു. ഇരിപ്പുണ്ട്, എടുക്കട്ടെ? വേണ്ട, ഞാൻ പോകുമ്പോൾ എടുത്തോളാം. ഓ, നിന്റെ പഠിപ്പൊക്കെ എന്തോ വേടാ? എന്തുവാ നമ്മളറിയാതെ ഒരു ചർച്ചയൊക്കെ? അല്ലളിയാ, അവളെ തിരുവനന്തപുരത്തോട്ട് പഠിപ്പിക്കുന്ന കാര്യം പറയായിരുന്നു. ഞാൻ അറിഞ്ഞായിരുന്നു. അല്ല, അത് നല്ലതല്ലേ. പിള്ളേരെ പുറത്തൊക്കെ പോയി പഠിക്കട്ടെ. പെൺപിള്ളേരെ പുറത്ത് പോയി പഠിക്കുന്നത് ഒരു പുതുമയൊന്നും അല്ലല്ല. പിന്നെ അളിയനത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്ര ദൂരമൊന്നും അല്ലല്ലേ. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ അല്ലേ? അല്ലേടി? ഒന്നുമില്ലെങ്കിൽ അവിടെ നല്ല മാർക്ക് വാങ്ങിച്ചതല്ലേ. അതെങ്കിലും നമ്മൾ ഓർക്കണ്ടേ? ഹോസ്റ്റൽ ഫീസൊക്കെ കൊടുത്ത് പഠിപ്പിക്കാൻ നല്ല കാശാവത്തില്ലേ? അതായി ആലോചിക്കുന്നത്. അതാണ്. അപ്പം പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ഇല്ലാത്ത കാശൊക്കെ കൊടുക്കി കൊച്ചിനെ തിരുവനന്തപുരത്തോട്ട് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലാണ്. എത്രയായാലും കെട്ടിച്ചൂടാനുള്ള പെണ്ണല്ലേ. അല്ലെങ്കിൽ ഇത്ര ദൂരം ഈ പെണ്ണിനെ വിട്ടിട്ട് നീ ഇവിടെ തീ നിന്നിടേണ്ട വല്ല കാര്യമുണ്ടാ? അല്ലളിയാ, ഇത്രയും മാർക്കൊക്കെ വാങ്ങി പാസ്സായിട്ട് അയക്കാതിരിക്കുന്ന എങ്ങനെയാ? ഈ പെങ്കൊച്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വണ്ടിയിലിടാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യം വല്ലതാണ്? ഈ ചെളിയെന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോൾ നമ്മളെന്ന് അറിയിക്കാതെ നിങ്ങൾ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് വെക്കുമല്ലോ. പിന്നെ നിങ്ങളുടെ ദൈവാധീനം കൊണ്ട് ഇന്നെനിക്കിവിടെ വരാൻ പറ്റി. അതിന് ആ കോഴ്സ് ആ കോളേജിലല്ലേ ഉള്ളു, അതല്ലേ പ്രശ്നം. അതിന് ആ കോഴ്സ് തന്നെ പഠിക്കണമെന്ന് എന്തോ അത്ര നിർബന്ധം? പേരിനൊരു ഡിഗ്രി, IAS ഒന്നുമല്ലല്ലോ. നമ്മുടെ നാട്ടിലും കോളേജില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ MSS കോളേജിൽ അവർക്ക് സീറ്റ് കിട്ടത്തില്ലേ? അവിടെ പഠിച്ചാൽ മതി. അതാകുമ്പോൾ 4:30 കൊച്ച് വീട്ടിലെത്തും. പഠിക്കാനുള്ളവരെ എവിടെയും പഠിക്കും. എൻ്റെ മോൻ്റെ കാര്യം തന്നെ നോക്കിയാൽ പോരെ? അച്ഛാ എനിക്ക് വാനൂസിൽ തന്നെ പഠിക്കണം അച്ഛാ. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാ? ഇവിടെ ആണുങ്ങളുണ്ട് അതൊക്കെ തീരുമാനിക്കാൻ, കേട്ടാ. എനിക്ക് BSc ആന്ത്രോപോളജി പഠിക്കണം. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയാ? കയറി പടിയത്ത്. അളിയാ,
ഇവളിപ്പോൾ ഈ പറഞ്ഞ ആന്ത്രപ്പോളും ഇല്ലേ, അത് MSS ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ MSS അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം. സമയത്ത് നിന്ന് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടില്ല, അറിയാലോ. അപ്പോൾ നമ്മുടെ ഈ പ്രിൻസിപ്പാൾ നമ്മുടെ ചത്താലും ഞാൻ മാറാനസിലേ പഠിക്കത്തുള്ളൂ. BSc ആന്ത്രപ്പോളജിയെ പഠിക്കത്തുള്ളൂ. Welcome to MSS Parallel College. Malayalam is our mother tongue. It is very important than any other language. Today we start our journey to BA Malayalam. So all the very best. You. Thank you. രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ. ഹലോ, ഞാൻ ഈ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? പഠിക്കാൻ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു ജോലിയൊക്കെ വാങ്ങി സ്വന്തം കാര്യം നിൽക്കണ്ടേ? അതോ വല്ലവൻ്റെ അടുക്കളയിൽ പോയി കഷ്ടപ്പെടണം? ശ്രദ്ധിച്ചില്ല. രാത്രിമഴ മന്ദമീ ആശുപത്രിക്കുള്ളിലൊരു നീണ്ട തേങ്ങലായി ഒഴുകി വന്നെത്തി ഈ കിളിവാതിൽ വിടവിലൂടേറെ തണുത്ത കൈവിരൽ നീട്ടി എന്നെ തൊടുന്നു. ശ്യാമയാം ഇരവിന്റെ രാത്രിമഴ നോവിൽ ഞരക്കങ്ങൾ ഞെട്ടലുകൾ തീക്ഷ്ണ സ്വരങ്ങൾ ഒതുന്നനെ ഒരമ്മതൻ. സ്ത്രീകൾ ആണുങ്ങളുടെ അടിമയാണെന്നുള്ളത് വീടുകളിൽ മാത്രമല്ല, ഇപ്പൊ ജോലി സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം വേതനം കിട്ടുന്നില്ല? ഇന്നലെ വന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് പോലും ഇവിടുത്തെ സ്ത്രീകളെക്കാളും ശമ്പളം കൂട്ടാതെ സ്ത്രീകളോട് ബഹുമാനമില്ലാത്ത പെരുമാറ്റ രീതി മാറ്റേണ്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ സ്വാതന്ത്ര്യം, അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും അധികാരമില്ല. നിങ്ങൾക്കറിയോ, സ്ത്രീകൾ ആദ്യമായി പുറത്തുപോയി ജോലി ചെയ്ത് വിപ്ലവം സൃഷ്ടിച്ച നാടുകളിലൊന്നാണ് കൊല്ലം. ആ കഴിവ് നിങ്ങളും പുറത്തെടുക്കണം. സ്വന്തം കാലിൽ നിൽക്കണം. അടുക്കളയിൽ മാത്രം ഒതുങ്ങി തീരേണ്ടതാണോ നിങ്ങളുടെ ജീവിതം? ഇയാൾക്കെന്നെ ഇഷ്ടമാണോ? ദീപു സാർ ആള് നൈസല്ലേ? എനിക്കിങ്ങനെ ഒരാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹം. ഞാനാണ് എപ്പോഴും എസ് പറഞ്ഞേന്. പറയണോ? ആ പറ. യെസ്. ഞാൻ ഇന്നലെ 11:34 വിളിച്ചപ്പം ഫോൺ ബിസിയായിരുന്നു. ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? സംഗീതമായിരിക്കും, എനിക്ക് തോന്നി. വെട്ടിയൊക്കെ എടുത്ത് കഴിയും. ഇതിങ്ങനെ മുറിച്ച് ചായ മുക്കി കഴിക്കാൻ നല്ല. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ആണുങ്ങളോട് സംസാരിക്കാൻ പോകരുതെന്ന്. അതിൽ കുറച്ചുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ മതി. പോയിക്കോ. നിന്റെ പ്രൊഫൈലിൽ കയറി 1-2 പേരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനാ ഇവന്മാരായിട്ടൊക്കെ കമ്പനി വെക്കുന്നേ? നീ ആരോട് ചോദിച്ചിട്ടാ പ്രൊഫൈൽ പിക്ചർ മാറ്റിയേ? പറ, ആരോട് ചോദിച്ചിട്ടാ? നിനക്ക് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം തരുന്നില്ലേ? പിന്നെന്തുവാ അവളുടെ ഒരു തോന്നിവാസങ്ങള്? ആരെ കാണിക്കാനാടി ഇങ്ങനെ ഇട്ടോണ്ട് കിടക്കുന്നേ? മേല
എൻ്റെ മൂക്കുത്തി പോയി. ആകെ നിനക്കിട്ട് വേണം തരാൻ. ഒരു പെങ്കൊച്ചാണെന്നെങ്കിൽ അവളെ ഇത്തിരി ലാളിച്ച് വിഷളാക്കിയ നീ ഒറ്റ വരുത്തിയാ ഇരിക്കാനല്ലേ കൂസല്ലാതെ. അവളുടെ ഒരു കോളേജ് ആണാണെന്ന് പറഞ്ഞ് മീശ വെച്ച് നീ നടന്നോ? ഒരു അനിയത്തിയുള്ളത് എങ്ങോട്ട് പോകണം എന്തിനു പോകണമെന്ന് നിനക്കറിയണ്ടല്ലോ. ഒരാമള വന്നേക്കുന്നു. അവനൊഴിഞ്ഞു പോയല്ല, അത് തന്നെ വലിയ കാര്യം. ഇതൊരു ന്യൂസ് ആവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് കെട്ടിച്ചൂടാൻ നോക്ക്. ഇനി ന്യൂസായിട്ടേ കെട്ടിക്കൊള്ളുന്നുണ്ടാ? ഞാൻ ഇങ്ങോട്ട് വരുന്നവർക്ക് ഒരു 6 പേരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവരും തന്നെ പറഞ്ഞത് ഇരുചേറിയത് കെട്ടിക്കാൻ. കെട്ടിച്ചുവിടാളിയാ. അവളുടെ പഠിത്തം പാതി വഴി മുടങ്ങി കിടക്ക. നെടുപടി ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞ അത് കല്യാണം കഴിഞ്ഞാലും പഠിപ്പിക്കല്ല. പഠിക്കാനുള്ളവരെ എപ്പോഴായാലും പഠിക്കും. പിന്നെന്താ? എനിക്കിപ്പോ കല്യാണം കഴിക്കണ്ട അച്ഛാ. നീ മാത്രം തീരുമാനിച്ചാ മതിയാ. പിന്നെ ആണാണെന്ന് പറഞ്ഞ ഞാനും ചാടി ഇവിടെ. നിന്നെ കെട്ടിക്കണോ പഠിപ്പിക്കണോ ഞാൻ തീരുമാനിക്കും. എന്റെ തോന്നിയാതൊന്നും ഇവിടെ നടക്കത്തില്ല. പിന്നല്ല എനിക്ക് പഠിക്കണം. നീ പഠിച്ചിടത്തോളൊക്കെ മതി. അവളുടെ അമ്മടെ എന്നെ കൊണ്ട് കൊള്ളത് പറയിക്കരുത്. വിജളിയാ അവക്ക് വെറുതെ പ്രഷർ കൊടുക്കും. ഇവിടെ വന്നിരുന്നേ കോളേജിലാന്ന് പറഞ്ഞ അഴിഞ്ഞാടാൻ വിടാൻ നിന്നെ. എവരോടോരോരുന്ന് പറഞ്ഞു തരുമ്പോ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അളിയാ, അളിയൻ പറഞ്ഞതുപോലെ ഒരു പയ്യനെ അങ്ങ് നോക്ക്. മോളെ, ഇത്രയും കാലം നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ച് ഇനിയെങ്കിലും നീ ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് കുറച്ചുകൂടി സമയം വേണം അമ്മ. എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, ഹയർ സ്റ്റഡീസ് ചെയ്യണം, ഒരു ജോലി വാങ്ങണം. അമ്മയ്ക്ക് എന്താ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തെ? കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് പോവാലോ. നമുക്ക് അങ്ങനെ ഒരാളെ നോക്കിയാ പോരെ. നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഒന്നും മനസ്സിലാക്കിയില്ലെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അല്ലെങ്കിൽ അവള് കല്യാണത്തിന് സമ്മതിച്ചേനെ. അവൾക്ക് ഞങ്ങളുടെ വിഷമമൊന്നും മനസ്സിലാകത്തില്ല. അവൾക്ക് അവളുടെ കാര്യം. ഞാൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയിട്ട് എത്ര ദിവസമാണെന്നറിയാവോ? ഈ വീടങ്ങ് മാറിയാലോ അളിയാ. അളിയനെന്തിനു മാറണം? എന്തായാലും വാടക വീട്, എന്നാലും മാറണം. ഇപ്പൊ മാറിയാ മാറി. അവൾക്ക് ഈ കുടുംബത്തോട് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ഈ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യും. തങ്കം പോലൊരു പയ്യന ഞാൻ കൊണ്ടുവരികയും ചെയ്യും. ഈ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കല്യാണ സീഡിയാണ് ഓർമ്മ വരുന്നത്. അതിൽ ഈ പാട്ടുണ്ട്. എന്നിട്ടിപ്പോ CD മാത്രമല്ലേ ഉള്ളൂ. അത് ഞാൻ ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞിട്ടില്ലേ. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴെങ്കിലും ചുമ്മാ ഇരിയണ്ണ. അല്ലേലും നീ ഇങ്ങനെ വാ തുറന്ന എരണക്കാടെ വരും. നിങ്ങളെയൊക്കെ ഒന്ന് പോസിറ്റീവ് ആക്കാന്ന് വിചാരിച്ചപ്പോ വേണ്ടെങ്കിൽ വേണ്ട. എടി രാജി, പെണ്ണിന് ഫോട്ടോ കാണുന്ന അത്ര നിറമുണ്ടോ എന്തോ? കാണുമായിരിക്കും. പെണ്ണ് ചെക്കനേക്കാളും അല്പം സൗന്ദര്യം കുറഞ്ഞിരിക്കുന്നതാ നല്ലത്. എന്താ വലിയച്ഛൻ്റെ മോനാണ് രാജേഷ്. ഇതാണ് വലിയമ്മ. ഇത് രാജേഷിന്റെ പെങ്ങളാ. ഭർത്താവ് ഗൾഫിലാണ്. ശരി. അല്ലെങ്കിൽ വന്നേനെ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളതിന് മുമ്പ് അവിടെ വെച്ച് കണ്ടാലുണ്ടല്ലോ, ഡീസൻ്റ് ഒക്കിലൊക്കെ വരാറുണ്ടോ? ആ, അവിടെ 3 രൂപ ചായക്കടയല്ലേ, ആ അവിടെ ഞാൻ വരാറുണ്ട്. വരാറുണ്ട് അവിടെ. അല്ലാതെ നമ്മുടെ ദുഃഖാറിൻ്റെ ഇടയല്ലേ? ഓ, നമ്മുടെ രാജൻ്റെ മോൻ സുജിത്തിൻ്റെ ഇടയില്ലേ? ഞാൻ സ്ഥിരം കാണാം അവിടെ. അവിടെ വെച്ച് കണ്ടിട്ടായിരിക്കും. അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മള് ബന്ധുക്കളായി അല്ലേ? അതെ മാമ. പിന്നെ ഞങ്ങളുടെ കൊച്ചു ഡിഗ്രിയാണ്. ഇവന് ഡിഗ്രിയാണ്. അല്ല, അവള് ഡിഗ്രി കഴിഞ്ഞിട്ടില്ല. ഇവനും ഡിഗ്രി പഠിച്ചിട്ടൊന്നും ഇല്ല. അല്ല, ഈ പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിലെ കോഴി കച്ചവടത്തിന് ഇറങ്ങി. ഓ, ആ ഇറങ്ങിയാലെന്താ, കുടുംബം രക്ഷപ്പെടുത്തില്ലേ? പഠിത്തമൊക്കെ കുറവാണെങ്കിലേ ആള് പഞ്ചപാവാ. കോഴിക്കട എവിടാ? കടയല്ല, ഫാമാണ്. ആ,
അത് ഈ കൊല്ലം ആറ്റിങ്ങല് കൊട്ടാരക്കരയൊക്കെ ഇല്ലേ? ആ, കൊട്ടാരക്കര ഇവനാണ് എവിടെ? സപ്ലൈ ചെയ്യുന്നത് ഹോൾസെയിലായിട്ട്. കൊട്ടാരക്കര നമ്മുടെ ഒരു ബന്ധുവിന്റെ ഹോട്ടലുണ്ട്. ആ ആ, അത് ശരി. അവിടെ എവിടെ? അവിടെ നമ്മുടെ ഇവിടെ മറ്റേ ആ മറ്റേ കാര്യം എന്താ പറഞ്ഞോ? അല്ല ഒന്നുമില്ല. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ജയ്ക്ക് പഠിക്കാനും ജോലിക്ക് പോകാനൊക്കെയാണ് ആഗ്രഹം. അപ്പം അത് പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ PSC വല്ലതും പഠിക്കാൻ പൊക്കോട്ടെ. അല്ല അല്ലേ? കറക്റ്റ്. ഓക്കെ. പെണ്ണിന്റെ ഭാഗ്യം. അതെ അതെ. മോളെ നീ നാണിച്ചിക്കതാ ചായ ഇങ്ങെടുത്തുണ്ട് വാ. ചായ എടുക്ക്. ഇത് കുടിക്ക്. എല്ലാവർക്കും മധുരം എങ്ങനെയാണെന്ന് അറിയാത്തോണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എനിക്ക് കറക്റ്റ് മധുരം. രാജേഷിന് ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല. അവൻ എന്ത് കാര്യം അഡ്ജസ്റ്റ് ചെയ്യും. അവൻ വളർന്നു വന്ന ജീവിത സാഹചര്യം അതുപോലെയാണല്ലോ. കറക്റ്റ്. ഇവിടെ കോഴിക്കൊക്കെ എന്താ വില? അല്ല, ചിക്കൻ എത്രയാ റേറ്റ്? അറിഞ്ഞൂടാ. എന്നാലും 150 തോന്നുന്നു. ഞങ്ങൾ മയനാടൊക്കെ 145 കേട്ടോ. പക്ഷെ ഞാൻ കൊടുക്കുന്നത് 115. ഹോൾസെയിൽ. അല്ല, സ്വന്തം വീടാ. എന്തോ അവനിപ്പോ വീട് വാങ്ങിയിട്ട് ഒരു 3-4 വർഷമായിട്ടുള്ളൂ. സ്വന്തം വീടാണോ? അല്ല, വാടകയ്ക്കാ. ഈ വാടക വീട്ടിലൊക്കെ കിടന്നാ എങ്ങനെ ഉറക്കം വരുന്നേ? എനിക്ക് സ്വന്തം വീട്ടിൽ കിടന്നാലേ ഉറക്കം വരും. അല്ല, കൊടുക്കൽ വാങ്ങലിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതിപ്പോ എന്തോ പറയാനാ. ഞങ്ങളുടെ രാജേഷ് നല്ലൊരു പെണ്ണ് വേണം, അത്ര ഞങ്ങൾ നോക്കിയുള്ളൂ. ഞങ്ങൾ അത്രയൊക്കെ നോക്കിയുള്ളൂ. പിന്നെ അനി മാമ, കോഴിയല്ലാതെ വേറെ? കോഴിയല്ലാതെ താറാവുണ്ട്, കാടയുണ്ട്. കാട അത്ര പോരാ, ബ്രോയിലറാണ് ലാഭം. പക്ഷെ ഇപ്പോൾ സീസൺ അത്ര പോരാ. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെയല്ല, അടുത്ത വർഷത്തോടു കൂടി നമ്മുടെ ഭാരത് 1ാം സ്ഥാനത്തെ. അത് ഉറപ്പാണ്. അനി എനിക്ക് വിശ്വാസമാണ്. ആ പറഞ്ഞല്ലോ, പെട്രോൾ അടിച്ചില്ലത്. വില കൂടിയാന്ന്. എന്നാ ശരി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് പോവോ? കല്യാണത്തിനാണ് വരില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. ഒരുപാട് സമയമുണ്ടല്ലോ. പോട്ടാ. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ. മണിയനോട് പോയി കണ്ടില്ല. മണിയനോട് ആ അടുക്കളയിലവിടെ മോളെ മണിമാവനോട് യാത്ര പറഞ്ഞിട്ട് പോ. പാവം ഭയങ്കര വിഷമായിരിക്കും. മണിമാമനെ കണ്ട? എവിടെ പോയി? മാമ എവിടെ? മണിയനോട് പോയി. അറിയാമോ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് മാമൻ ഇത്രയും കാലം ജീവിച്ചത്. ഇത് പെട്ടെന്നായി പോയില്ലേ? ശരിയല്ലേ?
ഇത്ര നേരമൊക്കെ മാമൻ കരയാതെ പിടിച്ചിരുന്നു. ഇനി നമ്മൾ സംസാരിച്ചു ചിലപ്പോ മാമൻ കരഞ്ഞോ മോളെ. എന്താണിത്, എങ്ങോട്ടിത്, ആരാണിവൻ, ആരാരിവർ? എന്താണിത്, എങ്ങോട്ടിത്, ആരാണിവൻ, ആരാരിവർ? അഴിയാ കെട്ടാണ്, അറിയാ പോക്കാണ്, വീടും വിട്ടേതോ ദൂരെ പോകുന്നേ. അഴിയാ കെട്ടാണ്, അറിയാ പോക്കാണ്, വീടും വിട്ടേതോ. എന്തുവാടെ ഇയാള് മുറ്റത്തോട്ട് കയറ്റിയിടായിരുന്നല്ലോ. അതിന് വണ്ടി കയറണ്ടേ? പറഞ്ഞു തുടങ്ങിയില്ല, കണ്ണു നിറച്ചൊന്നു കണ്ടില്ല, മിണ്ടി പറഞ്ഞു തുടങ്ങിയില്ല. മുത്തോരു ചൊല്ലണ കേട്ടിട്ട് മണ്ട കുനിച്ചു കൊടുത്തില്ലേ, മുത്തോരു ചൊല്ലണ കേട്ടിട്ട് മണ്ട കുനിച്ചു കൊടുത്തില്ലേ. വന്നെത്തി എങ്ങാണിത്, വന്നെത്തി എങ്ങാണിത്, പറഞ്ഞതാ എന്താണിത്, എങ്ങോട്ടിത്, ആരാണിവൻ, ആരാരിവർ? എന്താണിത്? ഇഷ്ടപ്പെട്ടോ മോളെ? ആള് കൂടണ നേരത്തും വാടി നിക്കണതൊറ്റയ്ക്ക്, ആരൊളിഞ്ഞൊന്ന് നോക്കിലും വാരി വീശണം പുഞ്ചിരി, ആരൊളിഞ്ഞൊന്ന് നോക്കിലും വാരി വീശണം പുഞ്ചിരി. ഗണേശനെന്നോ ചായ ഞാൻ ഇട്ട് കൊടുത്തോളാം മോളെ, അവനെല്ലാത്തിനും ഒരളവൊക്കെ ഉണ്ട്. ഇടിയപ്പാണ് ഇവിടെ എന്നും ഇടിയപ്പവും കടലക്കറിയാ. എന്നോ? ഇങ്ങനെ ചില പിടിവാശിയൊക്കെ ഉണ്ടെങ്കിലും ആള് പാവുക. എന്നാലും എന്നും ഇത് തന്നെ വേണം. പേടിക്കണ്ട, അതങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. ചൂടുള്ള സമയത്തൊക്കെ ഭയങ്കരമായിട്ട് പൊടി അടിക്കുകയും ചെയ്യും. പിന്നെ താഴ്വശവും എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് നശിപ്പിച്ച് കളയല്ലേ മോളെ. രാജേഷൻ ലോൺ എടുക്കാൻ ഇപ്പൊ 3 പേരായല്ലേ. അഞ്ചാ കൊണ്ടുപോകാനുള്ള ലോഡ് കയറ്റിയ ആണ് കേട്ടോണ്ട്. ഷാമ്പു തേക്കുന്നുണ്ടല്ലേ? അതാണ് മുടി കഴിയുന്നത്. തലാണിയിലൊക്കെ കിടക്കുന്നുണ്ട്. ഈ ഷാമ്പു ഒക്കെ കെമിക്കലാണ്. ഒരു കാര്യം ചെയ്യ്, അമ്മയുടെ ഒന്ന് കാച്ചിയ നല്ല എണ്ണ വാങ്ങിച്ച് തരും. അത് വെച്ചിട്ടാണ് എനിക്ക് ഇടതൂർന്ന മുടിയും കട്ട വീഴ്ചയൊക്കെ വന്നത്. സൂപ്പർ സാധനമാണ്. കടല നല്ലോണം വേണേ മോളെ. അമ്മ, നിങ്ങളുടെ അടുത്ത് എത്ര വട്ടം പറഞ്ഞിട്ട് ഈ പുല്ലോട് ഉണക്കാനായിരുന്നു? ആ ടെറസിലും കാണും കൊണ്ടിട്ടൂടെ? ഈ കിടന്ന് ആള് നേരത്തൊന്ന് നീക്കി ഇട്ടു.
ഞാനിപ്പോൾ വരാം. ആ വേണം അണ്ണാ, സുഖം തന്നെ. ഓ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഓ അങ്ങനെയൊക്കെ അങ്ങ് സുഖമാണ് ചേച്ചി. രാജേഷേ, നീ ഇങ്ങനെ കോഴിക്ക് വിലയൊക്കെ കുറച്ച് കൊടുത്താൽ ഞങ്ങളെപ്പോലെ ലോണും കടമൊക്കെ ഉള്ള ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ കോഴിക്ക് റേറ്റ് കുറച്ച് കൊടുത്തപ്പോഴാണ് എനിക്ക് കച്ചവടം കൂടിയത്. നിങ്ങളതുപോലെ തന്നെ നീ കൊടുക്കുന്ന റേറ്റ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ കുറേ. ഇവിടെ വൃത്തിയൊന്നും ആക്കൂലേ? അടുക്കളയൊന്നും അല്ലല്ലോ ചേച്ചി ഒന്നും വൃത്തിയാക്കിയിടാൻ. എനിക്ക് വേറെ പണിയുണ്ട് ചേച്ചി. അല്ല ഉപദേശിക്കാൻ അല്ല, ഞാൻ വന്നത് വേറെ കാര്യത്തിനാ. എനിക്കാണ് ഈ കച്ചവടം മൊത്തത്തിൽ ഡൗണാ. ഒരാഴ്ച എൻ്റെ ബിസിനസ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് ഇട്ടാൽ ഞാനതങ്ങോട്ട് തന്നേക്കാം. എനിക്കിപ്പോൾ നോക്കി നടത്താനോ അതിൻ്റെ പിന്നാലെ നടക്കാനോ വയ്യ. അതുകൊണ്ടാ. ഞാൻ നോക്കട്ടെ. ആ പറയട്ടെ. മോള് ഫോണിൽ നോക്കി ഇതുപോലുള്ള പൊരിപ്പൊക്കെ ഉണ്ടാക്കും. അടിപൊളി പൊരിപ്പാണല്ലോ. എന്താ ചിരിക്കണത്? ഞാനും നിന്റെ അമ്മയെ പോലെ തന്നെയാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അല്ലേടെ വിലാസിനെ? അതെയാ മോനാദ്യമായിട്ട് വീട്ടിലൊന്നല്ലേ? അവനെല്ലാം പൊറോട്ട ബീഫ് മേടിച്ചു കൊടുക്കണ്ടേ? ഈ മനുഷ്യരടിക്കകത്ത് ഇടിയപ്പോൾ ആരെങ്കിലും മേടിച്ചു കൊടുക്കോ? മോൻ കഴി ആ ചിക്കനൊക്കെ ഇട്ട് കൊടുറി. എന്നെ വലിയ പേടിയാ. നീ നേരിട്ട് വന്ന് വെച്ചാലേ പൈസ എടുത്തോളാം. ആളെ വിട്ടാ തരൂലേ? ഞാൻ എടുക്കാം. എന്താ മോളെ സുഖമില്ലേ? ഇല്ലമ്മ, ഞങ്ങളുടെ അവിടെയൊക്കെ നേരത്തെ കഴിക്കും. എന്നിട്ട് ഞാൻ പഠിക്കാൻ കയറിയിരിക്കും. വിശക്കുന്നല്ലേ? രാഴ്ച വന്നിട്ട് കഴിക്കാം. അല്ലേ അവനത് മതി. അവൻ കൃത്യം 2:30 ആകുമ്പോൾ എത്തും മോളെ. തലയൊന്നും കറങ്ങുന്നില്ലല്ലോ. പുതിയ ലോകത്തോ പലതും തെറ്റുന്നേ, പതിയെ എല്ലാമേ പതിവായി മാറുന്നേ. ഇതെന്തുവാ? ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ച. നല്ല അവിയൽ ദോശ. എടുത്ത് കഴിക്കടാ, കൊച്ചിനെ എപ്പോഴോട്ട് കളിയാക്കാതെ. കേട്ടറിഞ്ഞു പഠിക്കണം തനനനനനിനാനേ, കണ്ടറിഞ്ഞങ്ങു ചെയ്യണം തനനനനനിനാനേ, തത്തനെ നനെ നാനാനേ തനനനനനിനാനേ, തത്തനെ നനെ നാനാനേ തനനനനനിനാനേ. ഇവിടെ എപ്പോഴും ഇതേ ഉള്ളൂ. എന്തോ സൗണ്ട് ഇത്? പരസ്യത്തിൻ്റെയോ? കൊട്ടിയം ജംഗ്ഷനിൽ നിന്നാ കേൾക്കാലോ. ആകെപ്പാടെ ഞാൻ രാത്രി TV കാണുന്നത്. അത് സമ്മതിക്കത്തില്ലേ? രാഷേട്ടാ, PSCക്ക് പോകുന്ന കാര്യം എങ്ങനെ? ഞാൻ ജോയിൻ ചെയ്യട്ടാ? അതിന്റെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കാവോ? മനുഷ്യനോട് ചെയ്തലേ കേൾക്കണം. അല്ല, ഇവിടെ മയ്യനാട് ഉണ്ടായിരുന്നെങ്കിൽ പോയി വരാൻ എളുപ്പമായിരുന്നു. ഇപ്പം അടുത്തൊരു ടെസ്റ്റ് വരുന്നുണ്ട്. നോക്കട്ടെ. എന്തൊരു ചെറുക്കനാ.
അവന് സീരിയൽ ഇഷ്ടമല്ല മോളെ, അതിൻ്റെ ദേഷ്യം. ആള് പാവ. അവന് കടലയാ ഇഷ്ടം. ഇത് കഴിക്കുമോ എന്തോ. എന്തുവാ റേഷൻ എടുത്തറയുള്ള പുതിയ ഐറ്റം? ഇത് കഴിച്ചു നോക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അടുത്ത് എത്ര വട്ടം പറഞ്ഞിട്ട് എനിക്ക് ഈ പുല്ലൊന്നും വേണ്ടത്? നീ എന്ത് പണിയാടാ കാണിച്ചേ? ആ കൊച്ചു നേരം വെളുത്ത് എഴുന്നേറ്റ് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ? അത് നീ ഉണ്ടാക്കിയതായിരുന്നു. പോട്ട് പുല്ല് ഞാൻ അറിഞ്ഞില്ല, സോറി. ആരുണ്ടാക്കിയാലും ഭക്ഷണം താഴെ കളയുന്നത് ശരിയല്ല രാഷ്ട്ര. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. ഈ രാജേഷിനെ അടുത്ത് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ മാന്യമായിട്ട് സോറി പറഞ്ഞാലല്ലോ. എന്താണ് ഇത്? നീ നിന്റെ പണിയൊക്കെ പോടി. നിന്നെ കെട്ടിച്ചു വിട്ടല്ലേ, നീ അവിടെ പോയി ഉണ്ടാക്കിയത്. എന്നെ ഉണ്ടാക്കാൻ വരണ്ട, കേട്ടല്ലേ? പാടിച്ചു. പെട്ടെന്നുള്ള ദേഷ്യത്തിലടിച്ച സോറി. ഞാൻ സോറി പറഞ്ഞില്ലേ, പറ്റിപ്പോയി. എന്നോടുള്ള ദേഷ്യം മാറിയപ്പോൾ ഞാൻ എന്താ ചെയ്യണം? നീ എനിക്ക് വാ, നമുക്കൊന്ന് പുറത്തു പോവാം. വേറെ റെഡിയാണേ? കഴിക്കാൻ എന്താ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. അല്ല, ഇഷ്ടമുള്ളത് പറഞ്ഞു. പൊറോട്ടയും ബീഫും. ഇവിടുത്തെ ബീഫിനേക്കാൾ നല്ല ചിക്കനാണ് അല്ലേ? ആ അതെ, നമ്മുടെ ചിക്കനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൊത്തം. അപ്പോൾ 2 പ്ലേറ്റ് ഇടിയപ്പം, ചില്ലി ചിക്കൻ. കുടിക്കാൻ ചായ, 2 ചായ. വിഷമം മാറിയില്ലേ? ഹാപ്പി ആയില്ലേ? ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിനടിച്ചാണ് കേട്ടാ, സോറി. ഇനി അടിക്കൂല. എത്ര രൂപയുടെ വാച്ചാണെന്നറിയോ? കണ്ടില്ലായിരുന്നു. കണ്ടില്ല. ഇങ്ങാട്ട് നോക്കണ്ട കണ്ണുകളെ, കാണുവാനീടൊരു കുന്തോമില്ല. ഹാപ്പി അല്ലേ? നിന്റെ അടുത്ത് 1000 തവണ പറഞ്ഞിട്ടുണ്ട്. നടല്ലേ നാട്ട് നടപ്പിതല്ലേ, വിടല്ലേ വിട്ട് വഴക്കമല്ലേ, നൊന്താലും സ്നേഹത്തലോടലല്ലേ, മണ്ണോളം താഴാൻ പഠിച്ചിടേണ്ടേ. 2 ഇടിയപ്പം, 2 ചില്ലി ചിക്കൻ, 2 ചായ. രാജേട്ടൻ എന്നെ വീട് വരെ ഒന്ന് കൊണ്ടുപോകും. വരുമ്പോഴേ പോയിട്ട് എന്താണ് ഇത്ര അത്യാവശ്യം? അമ്മയൊന്ന് കാണാൻ. നാളെ കണ്ടല്ലേ ഉള്ളൂ. എനിക്കിവിടെ നിന്ന് തരാൻ സമയമില്ല. പിന്നോട്ട്
മോക്ക് വേണേ വേറെ വല്ലതും ഉണ്ടാക്കി കഴിക്കും, ഞങ്ങൾക്കൊക്കെ ഇത് ശീലമാണ്. നമ്മള് പെണ്ണുങ്ങൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് അടിച്ചെന്ന് വെച്ച് അതാരുടെയും മുന്നിൽ വെച്ചൊന്നല്ലല്ലോ. അതൊക്കെ അങ്ങ് മാറും. വേണ്ടയൊന്നിനും പരാതികൾ സദാ ജീവിതം അതിൽ മെഴുതിരി പോലെ ഉരുകിയെന്നാലും ഇവളി പുറത്തൻ വെളിച്ചം ഇങ്ങോട്ട് നോക്കണ്ട കണ്ണുകളെ കാണുവാനീടൊരു കുന്തവുമില്ല. ഇങ്ങോട്ട് പോരണ്ട കാലുകളെ ആർക്കുമിൽ നിന്നൊരു എന്റെ ജീൻസൊക്കെ അവിടെ എന്റെ ജീൻസൊക്കെ അവിടെ നിന്ന് നനക്കാട്ട് എല്ലാം നനക്കേട്ടോ. മേലെ എന്നോട് ചോദിക്കാതെ ഒരു സാധനം നനക്കേടായിരുന്നു കേട്ടല്ല. എനിക്കിവിടെ പറ്റുന്നില്ല അച്ഛൻ, വെറുതെ ഇട്ട് അടിക്കുക. ജീവിതമല്ലേ മക്കളെ, അതൊക്കെ അങ്ങ് മാറും. എപ്പോഴടിക്കാന്ന് പേടിച്ച് പേടിച്ചാ അച്ഛൻ ജീവിക്കുന്നത്. അച്ഛനങ്ങോട്ട് വിളിക്കാം. വയസ്സല്ലേ ഒരു ചായ. അതെ, ഇപ്പൊ ഞാൻ വേറെ സ്ഥലത്താ. അച്ഛനങ്ങോട്ട് വിളിക്കാം കേട്ടാ. ഇപ്പൊ അവന് പഴയ ദേഷ്യമൊന്നും ഇല്ല. ഈ വീട്ടുകാരെയൊക്കെ അവനല്ലേ മോളെ നോക്കുന്നത്. അവന്റെ ഒരു ടെൻഷനാ. അവന്റെ അച്ഛന്റെ കാര്യം വെച്ച് നോക്കി അവൻ എന്തു ഭേദം. ഞാനൊരിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ. എന്നിട്ടെന്തായി? അയാളെന്നെ വിളിക്കാനും വന്നില്ല. എൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഇപ്പം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും അത് നിൻ്റെ കുഴപ്പമാണെന്ന് എല്ലാവരും പറയത്തുള്ളൂ. നീ വാ, നമുക്ക് കഴിക്കാം. നേരല്ലേ പണ്ടേ ഇതിങ്ങനല്ലേ, എല്ലാമേ നന്മയ്ക്ക് വേണ്ടിയല്ലേ, ചട്ടിക്കലവുമായി തട്ടുകില്ലേ, ഈ ചട്ടിക്കലത്തിൻ്റെ നാഥനല്ലേ. കുളിക്കാൻ എത്ര സമയം വേണം? രാജേഷേ, ഞാനൊന്ന് പറഞ്ഞ കാര്യം. അണ്ണ, എനിക്ക് നിങ്ങളുടെ ഫാം മേടിക്കാൻ താല്പര്യമില്ല. അതോട് ചുമ്മാ ഇതിലെ ചുറ്റി തിരിയണ്ട. വാങ്ങിക്കണ്ടെങ്കിൽ വാങ്ങിക്കണ്ട, നീ അത് ഏറ്റിട്ട് നടത്തിക്കോ. എന്നിട്ട് കിട്ടുന്നതിന് എന്തെങ്കിലും മാസം എനിക്ക് തന്നാൽ മതി. ഇനിയിപ്പോൾ ഒരു ബിസിനസ് ആയിട്ട് എടുക്കാനുള്ള താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് പെണ്ണുങ്ങളെ പോലെ ഇതിലെ പരാതി പറഞ്ഞുകൊണ്ട് നടക്കാതെ കച്ചവടം നോക്കി നടത്താൻ നോക്കാം. ശരി, ചോറിന സമയം പോട്ടണ. ഡേയ്, ചുമ്മാ വായി നോക്കിക്കാതെ കളക്ഷൻ പോ. ഫുൾ റൂട്ട് കറങ്ങി വരാൻ നിന്നൊന്നും ഞാൻ എവിടെയും എടുത്തില്ല, കേട്ടല്ലേ? എന്നാ നിങ്ങൾ ഈ വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ പറയാൻ എടുക്കുക. ഞാനിവിടെ വണ്ടി കച്ചവടത്തിന് വന്നതല്ല. വണ്ടി നിനക്ക് വന്നുകൊണ്ട് കോഴിയെ ഞാൻ തലയിൽ ചുമന്നുകൊണ്ട് പോകണം. എന്നാ എന്താന്ന് വെച്ചാൽ ചെയ്യും. അവന് കച്ചവടം ചെയ്യാൻ അറിയത്തിന് എന്നെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു. അടി കൊടുത്ത് വിടണം പോലെ.
ഏതുവരാ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. കാണൂല. അതിൻ്റെ അകത്ത് കയറിയിരുന്ന എങ്ങനെ കാണാനാണ്? ഞാൻ ചോറെടുക്കാം. അമ്മ എവിടെ? അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? എന്താ അറിഞ്ഞൂടാ? അവളാ തടിച്ചിയാ? എനിക്ക് അറിഞ്ഞൂടാ. എന്താ നീ വീട്ടിലല്ല താമസിക്കുന്നത്? ഞാൻ നിന്റെ അടുത്ത് തന്നെ ചോദിച്ചോ, നീ എന്തോന്നും മിണ്ടൂലേ? അവളുടെ ഒരു പൊപ്പയില് വിടറി. ചോറ് വേണ്ടേ? വിശപ്പില്ല. വയറുവേദനയ്ക്കുള്ള മരുന്ന് വല്ലതും ഉണ്ടോ അണ്ണാ? എങ്ങനെ ലൂസായിട്ടാണോ? ലൂസ് മോഷനാ? അതല്ല ഇത്. എന്നാ മറ്റേ വയറിനൊരു ചവിട്ട് കിട്ടിയത്. ആണോ? അടി പറ്റില്ല? അടി പറ്റില്ല. അപ്പം പിന്നെ സ്കാൻ ചെയ്യേണ്ടി വരും. സ്കാനാ? വല്ല ഇന്റേണൽ ബ്ലീഡിങ് ആണെങ്കിലേ നമുക്കൊന്നും പറയാൻ പറ്റൂല. ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിൽ കാണിക്കുക, അതാണ് നല്ലത്. മെഡിക്കൽ കോളേജ് കാണിക്കുക, അതാണ് ബെസ്റ്റ്. മെഡിക്കൽ കോളേജ്? ആ ശരി. ഓക്കെ. ഇവിടെ ആകെപ്പാടെ ആണ്ടി ഒരിക്കലും കസ്റ്റമർ വരുന്നത്, അവരെയൊക്കെ പറഞ്ഞ് അലോപ്പതിക്ക് വിടൂടെ? ഇന്റേണൽ ബ്ലീഡിങ്ങിന് ഇവിടെ മരുന്നിരിക്കുന്നു, ചുമ്മാ അവരൊന്ന് പറഞ്ഞോളൂ. എടാ വലിച്ചു പിടിച്ച് കിട്ടു. കിട്ടിയോ? ആ കിട്ടി. ഇതൊന്നും വല്ലാതിരിക്കുന്നത്. എന്ത് സുഖമില്ലേ? ഒന്നുമില്ല. പിന്നെന്ത് വീട്ടിൽ പോകാത്ത? സമയം എത്രയല്ലേ? ഒന്നും ചേച്ചി അടിച്ചല്ലേ? അത് വിടണ്ട, ആദ്യമായിട്ടൊന്നല്ലല്ലോ. ഡേ 2 ഇടിയപ്പം ചില്ലി ചിക്കനും വാങ്ങിച്ചെടുത്താൽ തരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. സിമ്പിള്. ഒത്തിരി അടിച്ചോണ്ടാ? ഇല്ല. പിന്നെ ചവിട്ടി. എന്നിട്ട് എന്തെങ്കിലും പറ്റുവാണോ? അല്ല എവിടെ ചവിട്ടിയ? വയറ്റില്.
അണ്ണാ ഇതൊക്കെ ഭയങ്കര വിഷയമാണ്. അണ്ണാ അങ്ങനെ ഒന്നും ചവിട്ടിക്കൂടാ. വാക്കല്ലാതെ വയറ്റത്തൊക്കെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിലും ഭയങ്കര പ്രശ്നമാണ്. അണ്ണാ ലോഡ് ഫുള്ള് സെറ്റ്. ഇയാളിത് അങ്ങോട്ട് അർജൻറ്റായിട്ട്. ഇയാൾ ഇനി വണ്ടി എടുക്കണ്ട, ഞങ്ങൾക്ക് ജീവന് കൊതിയുണ്ട്. സത്യം. ഡേയ് ഇവിടെ ലൈസൻസ് ഉള്ള എനിക്ക് മാത്രമേ ഉള്ളൂ, അതറിയാം എനക്ക്. ഡേയ് ആ ചാവി കന്ന ഞാൻ ഇന്ന് വേറെ റൂട്ടിൽ. അണ്ണാ വീട്ടിൽ പോകാൻ നോക്കി, ലോഡൊക്കെ ഞങ്ങളും ഉണ്ടോക്കോളെ. ചുമ്മാ ഇരിയടേ. അണ്ണാ അണ്ണാ ചേച്ചിക്ക് വയറ്റത്താണ് ചവിട്ട് കിട്ടിയിരിക്കുന്നത്. ഉള്ളിലെന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ഇന്നും നമുക്ക് പറയാനാക്കത്തില്ല. അണ്ണൻ ചേച്ചിയെ കൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് പോകും. ആളെ തട്ടിപ്പോണ കേസാണ്. തന്നെ ചില ബ്ലഡ് വരെ ക്ലോട്ടായിട്ടുണ്ടാവും. പണ്ട് എനിക്കറിയാവുന്ന ഒരാൾ അങ്ങനെയാണ് മരിച്ചത്. അണ്ണൻ പെട്ടെന്ന് ചേച്ചിയുടെ തോട്ടില്ല. ഞങ്ങൾ പറയാനുള്ള പറഞ്ഞു, ഇനി അണ്ണൻ്റെ ഇഷ്ടം. നിങ്ങൾക്ക് അണ്ണനെ കാര്യം പറഞ്ഞാൽ മനസ്സിലായിക്കൂടെ? ഇന്നലെ ഇനി ഇത്ര വയസ്സായി, പെണ്ണാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ത് പറയാനുണ്ട്? പിന്നെ അയാളുടെ കുടുംബത്തിലെ പ്രശ്നം, അയാളുടെ ഭാര്യ ചവിട്ട് എന്ത് ചെയ്തു? ഞാനും നടപടില്ല. അണ്ണാ ആള് തീർന്നു പോയി. നമ്മളെന്ത് ചെയ്യും? അയാൾ ജയിലിൽ പോയി കിടക്കും. അല്ല എന്നാ അണ്ണാ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയേ. വല്ലാത്ത കുറ്റബോധം ഉണ്ട് കേട്ടോ പുള്ളിക്ക്. ഓ എന്തോന്ന് കുറ്റബോധം? എന്തായാലും പുള്ളിയുടെ ഭാര്യയല്ലാണ്. നിനക്ക് അവൻ അറിഞ്ഞൂടാ. അവനൊന്നും ഇന്നലെ ഞാൻ കാണാൻ തുടങ്ങിയല്ലോ. അവസരം കിട്ടി ഇനിയും അവൻ ചവിട്ടും. എന്തായാലും ഞാൻ പുള്ളിയെ കുറച്ച് അന്വേഷിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോവാണെന്ന് തോന്നുന്നു. അവന് കൊള്ളാം. ഇനിയിപ്പോൾ ഞാൻ വണ്ടി എടുക്കാം. വരുന്നുണ്ട്. എന്താ വായിച്ച അവിടെ വന്നേ. എവിടെ വയ്ക്കാൻ എന്താ എൻ്റെ ഉദ്ദേശം? താക്കോല് താക്കോലല്ല, നിന്റെ ഉദ്ദേശം എന്തുവാന്ന്? എന്ത്? ശരിയല്ല ഇതൊന്നും കേട്ടോ. നാണമില്ലേടാ നിനക്ക്? എന്തിനാ കൊച്ചിനെ ഉപദ്രവിക്കുന്നത്? എന്തിനാ കൊച്ചിനെ എടുത്തിട്ട് അടിക്കുന്നതെന്ന്? അത് പിന്നെ പെട്ടെന്നൊരു ദേഷ്യത്തിൽ അവന് ദേഷ്യം വന്നു. അതങ്ങനെ ഉരുണ്ട കൊച്ചിൻ്റെ മേത്ത് വീണ് എന്തെങ്കിലും സംഭവിച്ചാലേ അവരുടെ വീട്ടുകാർ വന്ന് ചോദിക്കുമ്പോൾ എന്ത് സമാധാനം പറയും? പറ്റിപ്പോയി. ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട. ദേഷ്യം കയറിയ പിന്നെ ചെറുക്കന് കണ്ണ് കണ്ടുകൂടാ. നീ കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? കരാട്ടെ
ജനന ജന ജനന ജന ജന ജനന ജനന ജന ജനന ജന ജന ജനന ജനന ജന ജനന ജന ജന ജനന ജനന ജന ജനന ജനന ജന ജനന ജന ജന ജനന ജനന ജന झलक रानी झलक रानी झलक रानी ये नोटी नोटी लोकल ब्यूटी कलक रानी ये झलक रानी झलक रानी झलक रानी ये कलिपि दिरकी ओदक रानी नी 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 ओ बेबे ओ बेबे बाय 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 ओ बेबे बाय 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 ओ बेबे बाय 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 കോപം കൊണ്ടേ താപമേറി പാവമാണ് നാരിദോതി വെറുതെ ഓ വെറുതെ കോപം കൊണ്ട് താപമേറി പാവമാണ് നാരിദോതി വെറുതെ തോന്നി വെറുതെ തോന്നി വെറുതെ തോന്നി വെറുതെ 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 സടങ്കിക്കെന്ന് പറഞ്ഞ അത് കരോട്ടയല്ല, പിന്നെ അത് കളരിയിലെന്തോ ആകാനാണ് ചാൻസ്. അത് നിനക്കറിയത്തില്ല, അതുകൊണ്ട് നിനക്ക് തടുക്കാൻ പറ്റാത്തത്. എന്നാലും ഇവളിതൊക്കെ എങ്ങനെ പഠിച്ചെന്നാണ്? ഡാ, അതിപ്പോ പോയി പഠിക്കുന്നു വേണ്ടല്ലോ, എല്ലാം മൊബൈലിൽ കിട്ടൂലേ. അപ്പോൾ അത് തന്നെ, അവൾ തയ്യൽ പഠിക്കുന്നതും പാചകം പഠിക്കുന്നതും ഒക്കെ മൊബൈലിൽ തന്നെ. അപ്പോൾ PSC അതിൽ തന്നെ കണ്ട. പക്ഷെ ഇതൊക്കെ എത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ? അതൊക്കെ ഓരോരുത്തരുടെ കഴിവുപോലും ഇരിക്കും. 1-2 സ്റ്റെപ്പൊക്കെ പഠിക്കാൻ പറ്റും, മുഴുവനായിട്ട് പറ്റത്തില്ല. ചുവള് മൊത്തം പഠിച്ചിട്ടുണ്ടോന്ന് ഇപ്പം എങ്ങനെ അറിയാൻ പറ്റും? നീ അവിടുത്തെ ഒന്നും കൂടെ പോയി ഉടക്കടാ, അപ്പോൾ അറിയാം അവൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന്. നിങ്ങളൊന്ന് ചുമ്മാരി. ഡാ പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ ടെൻഷനാവരുത്. എന്താണ് നിങ്ങൾ ടെൻഷനാക്കാതെ? കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇനി അവിടെ നിന്ന് ഇടികിട്ടാൻ ചാൻസ് ഉണ്ട്. അത് വിട്, ഇനി അവൾ എന്നെ അടിക്കാൻ ഇങ്ങോട്ട് വരട്ടെ, തൂക്കിയെടുത്ത് വെളിയിലിടും ഞാൻ. നടക്കുന്ന കാര്യമെല്ലാം പറയടേ. എന്ത്? ഞാൻ പോയി ഒന്ന് സംസാരിച്ചല്ലോ, നൈസിന് വിരട്ടുന്നത് പോലെ. അതൊന്നും ശരിയാവില്ല അണ്ണ, നാണക്കേട്. ഇനി അത് പുറത്ത് പറഞ്ഞൊന്നും കൂടെ അവൾ അറിയണ്ട. എടാ ഞാനല്ലേ പോകുന്നത്, ഇലക്കം മുഴുവനും കേടില്ലാത്ത രീതിയിൽ സംസാരിക്കാം. അത് ശരിയാവില്ല അണ്ണ. എന്താ നീ ഒരു കാര്യം ചെയ്യും, ഇനി നിന്നെ അടിക്കുമെന്ന് തോന്നുമ്പോൾ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യും, അത് കാണിച്ച് നമുക്ക് അവളെ വരട്ടാം. ഇയാളിത് എന്തോന്നണ്ണ, ഒരിക്കൽ ഓർക്കപ്പുറത്ത് വയറ്റിനൊരു ചവിട്ട് കിട്ടിയെന്ന് പറഞ്ഞോണ്ട് ഇനി അവൾ ചവിട്ടാൻ കാല് പോകട്ട്. ഞാനുവേ സ്കൂളിൽ കരോട്ടൊക്കെ പഠിച്ചൊക്കെ തന്നെ. നീ കണക്ക് ക്ലാസ്സിൽ നിന്ന് മുങ്ങാൻ വേണ്ടിയല്ലേ പോയി കരാട്ട പഠിച്ചത്? മാഷിന് ശ്വാസം മുട്ടൽ വന്നപ്പോൾ അത് നിർത്തുകയും ചെയ്തു. എൻ്റെ പൊന്നു മോനെ ഇതങ്ങനെ അല്ല. 6-7 ക്ലാസ്സിലേ പോയിട്ടുള്ളെങ്കിലും കരോട്ടൊക്കെ തന്നെ. അണ്ണൻ പറഞ്ഞ വീഡിയോ ഞാൻ എടുത്തു തരും. ഈ രാജേഷ് ആരാ നമുക്കറിയത്തില്ല.
ബുദ്ധിക്ക് ബോധവും കൂട്ടില്ല. രോക്ഷത കണ്ണുകൾ തുറച്ചു നോക്കുന്നതിനെ കുറിച്ച് നോക്കുമാ. കുറിച്ച് വെച്ചതിനും എന്റെ ഒരു നീക്കം, പറഞ്ഞത് നിന്റേത് മുഖത്തിന് വീക്കം. പഠിച്ചൊരു കടവകൾ നെഞ്ചിൽ കത്തുന്ന തീ നീക്കും. കാട്ടിത്തരാ കാട്ടിത്തരാ കാട്ടിത്തരാ. ഇവിടുത്തെ പട്ടികളൊക്കെ എറിഞ്ഞു കൊല്ലണം. എന്റെ ഭാവം മാറും, ചവിട്ടി കൂട്ടി നീ ആള് മാറും. ബന്ധം പേര് രണ്ട് പേര് മിണ്ടലെ മിണ്ടലെ നീയാവുകാവ്. എന്റെ ഭാവം മാറും, ചവിട്ടി കൂട്ടി നീ ആള് മാറും. ബന്ധം പേര് രണ്ട് പേര് മിണ്ടലെ മിണ്ടലെ നീയാവുകാവ്. മിണ്ടലെ മിണ്ടലെ നീയാവുകാവ്. മിണ്ടലെ മിണ്ടലെ. ഇവിടെ ചാക്കോ എല്ലാം കിടപ്പുണ്ട. നിനക്ക് എന്തിനാ ചാക്ക്? ഒരിക്കലും ഒന്ന് കാണാനോ തൊടാനോ കഴിയാത്ത നിധികുംഭങ്ങൾ തേടി സാന്റിയാഗോ എന്ന നാട്ടിടയൻ ഈജിപ്ഷ്യൻ പിരമിഡുകളിലേക്ക് നടത്തിയ ആൽക്കമിസ്റ്റ് യാത്ര പോലെ അവസാനിക്കാത്ത പരിശ്രമമുണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പവളി കയ്യിൽ ശ്രദ്ധിക്കും. അപ്പൊ കാൽപ്പുറകിലോട്ട് വെച്ചിട്ട് ഒറ്റ സിമ്പിൾ. എന്റെ ഭാവം മാറും, ചവിട്ടി കൂട്ടി നീ ആള് മാറും. രണ്ട് പേര് മിണ്ടലെ മിണ്ടലെ നീയാവുകാവ്. എന്റെ ഭാവം മാറും, ചവിട്ടി കൂട്ടി നീ ആള് മാറും. ബന്ധം പേര് രണ്ട് പേര് മിണ്ടലെ മിണ്ടലെ നീയാവുകാവ്. മിണ്ടലെ മിണ്ടലെ. അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയെന്നാ തോന്നുന്നു. അങ്ങനെ മനസ്സിലായി. അതൊക്കെ മനസ്സിലായി. അമ്മയുടെ കുടുംബശ്രീക്ക് പോയി. ചോറെടുക്കാം. ഹെഡിങ് വന്നേ. ഇങ്ങ് വരാൻ. ഇവിടെ നീങ്ങിയല്ലേ. എന്ത് എന്ത് അല്ല നിനക്കെന്ത് എന്ത് അല്ല ഒരു ഗൗരവം? കുറച്ച് ദിവസമായല്ലോ. എനിക്കെന്ത് ഗൗരവം?
എന്നെ ഒരു ചവിട്ടി ചവിട്ടിന്ന് വെച്ച് നീ വലിയ ആളായെന്ന് വിചാരിച്ച? എന്താ നിനക്ക് എന്നെ അടിക്കണ? പെണ്ണോന്ന് വിചാരിച്ചിട്ടാണ്, ഇല്ലെങ്കിൽ കാലി തൂക്കി ഞാൻ തറയിൽ അടിച്ചാനെ. എന്റെ കൈ പിന്നെ പറഞ്ഞാൽ അങ്ങ് മറക്കാൻ പോലോ. എന്താ പറഞ്ഞത്? നിന്റെ മൂക്കാൻ വേണ്ടി അടിച്ചാൻ പൊട്ടിക്കേ? എന്നാ ഞാനും അടിക്കും. നാന്ന് കാണാനല്ലേ, നീ ഇവിടെ കിടന്ന് ഉരുളുവേ. ആരാ ഉരുളുന്നേന്ന് കാണാം. ഈ രാജേഷിനെ അടിക്കാനുള്ള ആരോഗ്യം നിനക്കൊണ്ടാ? നാന്ന് കാണണമല്ലോ. അടിയടി തന്നെ. എന്നെ അടി. എന്നടി? ആദ്യം എന്നെ അടിക്ക്. എന്നടി? എന്നെ അടിക്കുന്നേ. ഞാൻ അടിക്കുവേ. പോരാട്ടത്തിന്റെ മണി മുഴങ്ങിക്കഴിഞ്ഞു. കോബ്ര സ്റ്റെപ്പുമായി രാജേഷ് പമ്പിനെ പാട്ടിലാക്കാൻ ചെയ്യാം. വീറിന്റെ വാശിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന നിമിഷങ്ങളാണിത്. മിന്നൽ വേഗത്തിലാവും അടിയും തിരിച്ചടിയും. ഓതിരം, ഘടകം, മറുഘടകം. രാജ്ഭവന്റെ രാജാങ്കണത്തിൽ അന്തരീക്ഷത്തിന് തീ പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. The fire has begun. Look at this. അടയാളപ്പെടുത്തുക കാണുമേ. ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. രാജ്ഭവനിൽ It's Jaya World Majesty. വീണതിനേക്കാൾ പ്രധാനമാണ് വീണെടുത്തുന്ന എഴുന്നേൽപ്പ്. Come on boy, get up boy. രാജേഷിന് തിരിച്ചു വരാൻ കഴിയുമോ? ആകാംക്ഷയോടെ പ്രേക്ഷകർ. Yes, he's back, moving his fingers. What the hell was that? Believe this. കാണുക, നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? രാജേഷ് തിരിച്ചു വരുന്നു. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. സൂത്രത്തിലൂടെ ഒരു ഗോൾ. It's 1-1. The cobra is down. Venomous Jaya strikes. ഫലം വിടർത്തി നിൽക്കുന്ന നാഗയക്ഷി, നാഗറാണി, നാഗചൈതന്യ. I swear you will never see anything like this ever again. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊന്ന് ഇനി ഒരിക്കലും നിങ്ങൾ കാണാനിടയില്ല. It's 2-1. ഇനി അടിക്കാനുള്ള ആരോഗ്യം ഉണ്ടോ? ഇനി അടിക്കാനുള്ള ആരോഗ്യം ഉണ്ടാന്ന്. ചത്തട്ടില്ലടി. So now ഒരു ഭയപ്പാടിന്റെ ശരീരഭാഷയിലേക്ക് രാജേഷ് എത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. A terrified person in all sense. Something like കാന്തിശീകൻ. പക്ഷെ അങ്ങനെ വെറുതെ കൊടുക്കാനും പറ്റില്ല. ബിക്കോസ് ഇവിടെ പരാജയം മരണത്തിന് തുല്യമാണ്. It is going to be അതേസമയം മറുഭാഗത്ത് നോക്കുക, ഒരു ജയസമുദ്രം ഇരമ്പി വരുന്നത് കാണാം. ഒരു ജയാരവം ആർത്തലച്ചു തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കേൾക്കാം. നീ ഇവിടെ ആവേശകരമായ പോരാട്ടം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. മരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞുതുള്ളി ഉറങ്ങിയതുപോലെ ഇതാ രാജേഷ്. ജയ രാജേഷ്. ജയയുടെ മുടിക്ക് വളരെ കൃത്യമായി മുടിക്ക് കുത്തിപ്പിടിച്ച രാജേഷ്. അതിന് ജയയുടെ മറുപടി. Oh my God, he's gone. This is electrifying. Jagajilli, Jagajayi, Jaganmayi, Jaganamba, Jaya. It's 3-1. The countdown begins. 10, 9, 8, 7, 6, 5. Last chance for Rajesh. The husband-wife പോരാട്ടം
അവസാന നിമിഷങ്ങളിലേക്ക് the dying moments of this great encounter. നെഞ്ചടിപ്പോടെ കണ്ണു ചിമ്മാതെ സിരകളിൽ തീപിടിച്ച് പ്രേക്ഷകർ anything can happen. രാജേഷിന്റെ അടുത്താണ് കളിക്കണം. ജന്മാന്തര വാസന, ജന്മാന്തര കൃതം, absolutely instinctive trait derived from previous births. The game over. അമ്മ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അനി നീ ഇരിക്ക്. വേണ്ട, എവിടെ നിന്നോളാം. അത് വീണ് പോത്തൊന്നുമില്ല, അതീ ഇരിക്ക്. വേണ്ടല്ലേ നിന്നോളാം. അനി നീ ഇവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടല്ലോ. ഇതിനാണോ അനി നീ എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു? എല്ലാവരെയും പോലെ കുടുംബജീവിതം സന്തോഷമായിട്ട് നയിക്കാനാണോ അതോ പെണ്ണുപിള്ളയുടെ നടി കൊള്ളാനാണോ? രാജേഷ് ഇത്ര ദേഷ്യക്കാരനാണെന്ന് കെട്ടിച്ചു വിടുമ്പോൾ നമുക്കറിയത്തില്ലായിരുന്നു. ഓ, അപ്പോൾ കുറ്റം എൻ്റെ മോൻ്റേതായോ? അങ്ങനെ എത്ര പാവമായിരുന്നെന്ന് അറിയാവോ? നിങ്ങളുടെ മോള് വന്നതിന് ശേഷം എത്ര ദേഷ്യക്കാരനായത്? രാജേഷ് അവിടെ ആവശ്യമില്ലാതെ തല്ലിയുണ്ടല്ലോ. ആ ഭർത്താക്കന്മാരായ ഭാര്യമാരെ അടിച്ചെന്നൊക്കെ ഇരിക്കും. നിങ്ങളുടെ ഭാര്യ തല്ലാറില്ലേ? അവർ തിരിച്ചടിക്കുവോ? അല്ല, ഈ രഥം നിങ്ങളെ ചാടി ചവിട്ടുന്നൊന്ന് ആലോചിച്ച് നോക്കി. ആണുങ്ങളായ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്നൊക്കെ ഇരിക്കും. പെണ്ണുങ്ങളെ തിരിച്ചടിക്കാൻ തുടങ്ങിയ കുടുംബം എവിടെ പോയി നിൽക്കും? പിന്നെ ഇവളെ ഇങ്ങോട്ട് കെട്ടിച്ചുവിട്ടത് ഇവിടെ കിടന്ന് അടികൊള്ളാനാണോ? അപ്പോൾ എൻ്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ? അമ്മ നീ മിണ്ടായി കേൾക്കാവിടെ. പിന്നെ ഏത് കാലം മുഴുവൻ അവിടെ അടിയും കൊണ്ടിട്ട് ഇവിടെ കിടക്കാനാണ്? അനി നീ കേൾക്കണം കേട്ടോ. പറ. അയ്യോ, അടിയൊന്നുമല്ല, ചവിട്ട്. ചവിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ട് കൊണ്ട് എൻ്റെ ചെറുക്കം വീണതങ്ങ് ഗീതയുടെ പറമ്പിലാ. അവിടുന്ന് അവർക്ക് എടുത്തോണ്ട് വന്നത്. അമ്മ ഈ ചെറുക്കൻ കിഴങ്ങനായി പോയണ്ടല്ലേ അവളെ എടുത്തിട്ട് തട്ടുന്നത്. വേറെ വല്ലതാണ് ഇതൊക്കെ നടക്കൂ? അനി പറ. എന്താ ചെയ്ത്? അത് നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോഴേ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാതെ ഈ അടിക്കാനും പിടിക്കാനൊക്കെ ചെന്നാ പുറത്തിറങ്ങിയ മോശമല്ലേ? എന്നെ അടിച്ച് പണിനി മോശമൊന്നും തോന്നിയില്ലേ? അത് നാട്ടുകാർ അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ ഇതും നാട്ടുകാരറിയാതിരുന്നാ പോരാണ്. ജയ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അപ്പോഴത്തെ ദേശത്തിന് രാഷ്ട്രം നിന്നെ ഒരു അടി അടിച്ചു, സമ്മതിച്ചു. അന്ന് എനിക്കൊന്ന് ക്ഷമിക്കായിരുന്നു. ഇത്ര ഇഷ്യൂസ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഒരടിയാ? 6 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. ഈ 6 മാസത്തിൽ 21 അടി ഞാൻ കൊണ്ടിട്ടുണ്ട്. അപ്പൊ 10 കൊല്ലാവുമ്പോ എത്ര കൊള്ളണം? അണ്ണം പറ. 420 അടി. അതെ, 420. ഇപ്പൊ 40 വർഷമാകുമ്പോ 40 വർഷം കൊണ്ട് 1680 അടി. കറക്റ്റ്. ഇത്ര അടി ഞാൻ കൊള്ളണമെന്നാണോ അണ്ണം പറയുന്നത്? വേണ്ട വേണ്ട. വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് പഠിത്തം കൂടി ഇതാണ് കുഴപ്പം. അവിടെ തർക്കത്തരം പറച്ചില് കേട്ടല്ലോ. അല്ലേമ്മ,
എനിക്കൊരു 30 സെക്കൻഡ് താ. ഞാൻ അവരോട് സംസാരിച്ചോട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. ആ പറ. എന്തോടെ ഞാനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ആഴ്ച നശിപ്പിച്ചോളൂ. അവിടെ ഇതെന്തോടെ ഇത് സോൾവ് ആവൂല അണ്ണ. അവളുടെ അഹങ്കാരം ഇന്നത്തോടെ തീർക്കണം. ഞങ്ങൾ തമ്മിൽ ഒത്തുപോകില്ല. എടാ ഇതിപ്പോൾ പ്രശ്നമായി. അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ നാട്ടുകാരെന്തോന്ന് പറഞ്ഞിട്ട് നടക്കും? രാജ്ഭവനിലെ രാജേഷിനെ അവൻ്റെ പെണ്ണുമ്പോൾ അടിച്ചിട്ട് ഇറങ്ങിപ്പോയെന്ന് പറയും. അതീപ്പരം നാണക്കേട് വേറെ ഉണ്ടാ? അണ്ണൻ എന്താ പറയുന്നത്? എന്നെ അടിച്ച അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം. കൊടുക്കണം. ആ കൊടുക്കണം. അണ്ണന് വഴി അണ്ണ. എടാ അവളെ കയ്യിലൊരു കൊച്ചിനുണ്ടാക്കി കുററാ. അപ്പം കയറിപ്പോവും. കൊച്ചിൻ്റെ പുറകുള്ള ഓട്ടോ ഒക്കെ ആയിട്ട് ഒരു 3-4 വർഷം അങ്ങനെ കഴിയും. അത് കഴിഞ്ഞ് നടുനിവർന്ന് നിൽക്കുമ്പോൾ അടുത്ത ഒരെണ്ണം കൊടുക്കണം. അപ്പോൾ അവളെ മറ്റേ 10 വർഷത്തെ മറ്റേ PSC ചോദ്യം ഉണ്ടല്ലോ, അതങ്ങ് തീരും. പിന്നെ അവൾക്ക് ജോലിയും വേണ്ട, പഠിത്തവും വേണ്ട. അവളെ അമ്മുമ്മേരെ നായര കാരാട്ട കുൻഫു കിക്ക് ബോസ് ഒന്നും ഉണ്ടാവില്ല. എടാ ഇങ്ങനെയുള്ള ഫെമിനിസ്റ്റുമാരെ അഴിച്ചുവിടരുത്. വീട്ടിൽ കെട്ടിയിട്ട് പാഠം പഠിപ്പിക്കണം. എന്നാൽ ജീവിതകാലം മുഴുവൻ നിന്റെ കാര്യം, നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, നിന്റെ വീട്ടുകാര്യം നോക്കി അവൾ ഇവിടെ കഴിയുള്ളൂ. എന്നാലേ നീ ഒരാണാവത്തുള്ളൂ. ഒന്ന് താഴ്ന്നുകൂട്. എന്നാൽ നമ്മൾ വരച്ചവരെല്ലാം അവളെ നിൽക്കും. വാ, നീ അവിടെ ചെന്നിട്ട് പേരിനൊരു സോറി പറ. ബാക്കിയെല്ലാം ഞാൻ ശരിയാക്കാം. നിന്റെ അനിയണ്ണനാണ് പറയുന്നത്. ഓക്കെ അല്ലേ? വാ, പിടിച്ച മറ്റേ അടിയുടെ വീഡിയോ എടുത്ത മൊബൈൽ എവിടെ? അതെന്റെ മണ്ടക്കോട്ടല്ലേ അവൾ എന്നെ എടുത്തെറിഞ്ഞത്. ഡിസ്പ്ലേ പൊട്ടിപ്പോയി. അതും പോയാ? രാഷേ, ജയ്, ഇത്ര നാളത്തെ എൻ്റെ ജീവിതാനുഭവം വെച്ച് ഞാൻ പറയാം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവരുത്. രാഷിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സോറി പറയാൻ റെഡിയാണ്. ജയും കൂടെ സോറി പറഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ അങ്ങ് തീരും. രാഷേ, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി അത് ആവർത്തിക്കില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. സോറി. കണ്ട, ഇത്രേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അത് ഞാൻ തരുന്ന വാക്കാണ്. വലിയമ്മ ഇങ്ങനെ ദുഃഖിച്ചിരിക്കാതെ ഒരു കട്ടൻ ചായ ഇട്. അയ്യോ, ഞാനതങ്ങ് മറന്നു. വന്നിട്ട് ആർക്കും ഒരു വെള്ളം പോലും കൊടുത്തില്ല. പാലത് ചായ എടുക്കാം. വെള്ളം എന്ത് പറയുക ദുഃഖിക്കുന്നു? പിള്ളേർ ഓരോന്ന് കാണിച്ചു കൊടുത്തു. പാലതെ ഇതെല്ലാം കാര്യം വെക്കാനുള്ളൂ. ഒരു ദാമ്പത്യത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചും ക്ഷമിച്ചും മുമ്പോട്ട് പോകുമ്പോഴാണ് ആ ദാമ്പത്യം വിജയകരമായിട്ട് മാറുന്നത്. നമുക്ക് കഴിഞ്ഞെല്ലാം മറന്ന് ഈ ദാമ്പത്യം വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. ഗുഡ് നൈറ്റ്. ഒരു ചായ കിട്ടും.
ചായ. നീ ഒന്ന് യൂട്യൂബിൽ നോക്കിയിട്ട് ചായയുടെ കൂടെ ഏതാണ്ട് സ്നാക്സ് ഉണ്ടാക്കിയില്ലായിരുന്ന? അത് പറ്റുമെങ്കിൽ നാളെ അതൊന്നുകൂടെ ഉണ്ടാക്കാവോ? നീ ഇങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ച് കുടിച്ചോണ്ട് നട. എന്നെ കൊണ്ടൊന്നും നടക്കൂല. നീ ആ ഫോൺ എടുത്ത് അവൾക്കൊന്ന് മെസ്സേജ് കാണിട്ട്. എന്താ മെസ്സേജ്? എന്തെങ്കിലും ആക്കി ഇങ്ങോട്ട്. എന്തോ മെസ്സേജ് അയക്കാൻ. ചായ കുടിച്ചോ നീ? നിനക്ക് ഈ ചായയുടെ കാര്യം മാത്രമേ പറയാൻ അറിയാവോ? ഞാൻ അയക്കാം. ഒരുപാട് മെസ്സേജ് ഉണ്ടല്ലോ. ഇറച്ചി മസാല, വെളിച്ചെണ്ണ, ഓയിൽ, ചിപ്സ്, ഇതെന്തോ ഇവിടെ ഇത് പലചരക്ക് ഇവിടെ ഫുൾ അതാണല്ലോ. ഞാൻ പിന്നെ എന്തോന്ന് അയക്കാൻ? എടാ അവൾ ഈ മെസ്സേജ് അയച്ചത് ഓക്കെ. അപ്പം നീ എന്ത് ചെയ്യണം? ഒരു ലവ് ചിഹ്നം അങ്ങോട്ട് സെൻഡ് ചെയ്യണം. അപ്പം അവളുടെ മനസ്സിൽ ചെറിയൊരു പുഞ്ചിരി വരും. നിന്നെക്കുറിച്ച് ഓർക്കും. ആരോട് പറയാം? എന്തെങ്കിലും ചെയ്. നിങ്ങൾ വലിയ കുഞ്ചാക്കോവനാണല്ലോ. ചുമ്മാ അല്ല അവര് കളഞ്ഞിട്ട് പോയത്. ആ കളഞ്ഞിട്ട് പോയാലെന്ത്? കയ്യിലൊരെണ്ണം കൊടുത്തന്നെ ഞങ്ങൾ വിട്ടത്. ഓ എന്താ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന? ഇതൊക്കെ ആരടുത്ത് പറയാൻ? രാഷേ, നിനക്ക് പാട്ടോടെ അറിയാമോ? അറിയാം. 10-12 വർഷം ഞാൻ അതാണല്ലോ പഠിച്ചത്. എടാ അതല്ല, എടാ റൊമാൻറ്റിക് ആയിട്ട് വളയ്ക്കാൻ ബെസ്റ്റ് പാട്ടാണ്. നീ ചിത്രം സിനിമ കണ്ടിട്ടില്ലേ? അതിൽ ലാലേട്ടൻ. അതൊക്കെ സിനിമയിലല്ല അണ്ണാ. ജീവിതത്തിൽ നമ്മൾ റോഡിൽ ഇറങ്ങിയ പഴയ ആൾക്കാർ പറയും വട്ടാണ്. എടാ നിന്റെ റൊട്ടി കിടന്ന പാട്ടോടെ ആരെങ്കിലും പറഞ്ഞു? ഇല്ലല്ലോ. എടാ അവള് റൂമിൽ വരുമ്പോ നൈസിന് ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടി ആനേനായി പോയി. അല്ല എല്ലാം പറഞ്ഞുതരായിരുന്നു. അതിലൊന്നും അവള് വീഴൂല. എടാ പാട്ടെന്ന് പറഞ്ഞാൽ വെറും പാട്ടല്ല, അവളുടെ പേര് വരുന്ന പാട്ട് പാടണം. അത് വെച്ച് നീ കാച്ചക്കൊടു. അപ്പൊ അവള് വീഴും. ഞാൻ എന്റെ പെണ്ണുപിള്ള വീഴ്ത്തിയത് അങ്ങനെയല്ലേ? അവളുടെ പേരൊക്കെ വെച്ച് എന്തോ പാട്ട്? അങ്ങനെ ആലോചിക്ക്, പാട്ട് കിട്ടും. മലയാളത്തിൽ ലക്ഷക്കണക്കിന് പാട്ടുകളില്ലേ? ആലോചിച്ചാ മതി. ആലോചിക്കോ? ഓ ആ പൊന്നേ പൊന്നമ്പിളി നിന്നെ കാണാൻ അമ്പിളി. ആലോചിക്കോ? പോട്ടെ. പിന്നിൻ പാത്തിങ്കളി ജയ ജയ. ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ ഹേ. ജയ 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 ഹേ. നിങ്ങളിങ്ങ് വന്നേ. അവര് വീണ്ടും വഴക്കായെന്നാ തോന്നുന്നു. തിരിച്ചുകൊണ്ടാക്കാനായിട്ട് വന്നാണ്. അമ്മ സുഖല്ലേ? അച്ഛാ ആ സുഖം സുഖം. പിന്നെന്താ പറ്റി? അങ്ങോട്ടൊന്നും കണ്ടില്ല. അല്ല പിന്നെ അടിയൊന്നും നടന്നില്ലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങണം. സമയം കിട്ടാറില്ല. കച്ചവട സീസൺ അല്ലേ. ജയ് ചിക്കൻ എടുത്ത് അങ്ങോട്ട് കൊടു. നല്ല ബ്രോയിലർ ചിക്കനാണ്. കറി വെച്ചാൽ കുഴവഴാന്നിരിക്കും. കേറി വാ. ഓ
സുന്ദൻ അളിയാ. ഓ എപ്പോ വന്ന? നമ്മള് വൈകിട്ട് വന്നളിയാ. മുറിവൊക്കെ കരിഞ്ഞോ? വാ നമുക്ക് 2 അടിക്കാം. ഇല്ല, ഞാൻ കുളിച്ചിട്ട് വരാം. നീ എന്തിനാണ് എന്റെ ജേഴ്സി എടുത്ത് കൊടുക്കാൻ പോയാ? കളിക്കാൻ പോയിട്ട് അലക്കാൻ പോലും ഇടാത്ത സാധനമാണ്. റൂമിൽ കിടക്കുന്ന കണ്ടിട്ട് അളിയൻ്റെ തന്നെ മതി എന്ന് പറഞ്ഞെടുത്തിട്ടതാ. പുള്ളിക്കത് വലുതാ. എനിക്കറിഞ്ഞൂടാ എന്തൊക്കെ സ്വഭാവം. നിനക്ക് സ്വന്തം തന്നെ. എന്നോട് എന്നെ ചോദിച്ചത്? കേരള ബ്ലാസ്റ്റേഴ്സാ? യെസ്. അല്ല, ചെന്നൈ സൂപ്പർ കിങ്സ് IPL. ആ, ഇതേതപ്പോ? അത് ന്യൂ ചലഞ്ചേഴ്സ്, നമ്മുടെ ക്ലബ്ബ്. ഫുട്ബോൾ അല്ല, അത് ക്രിക്കറ്റ്. ആ, ക്രിക്കറ്റ്. എന്താണമ്മ നെല്ലിക്കയാ? അല്ല, അവലൊലിക്കാ മോനെ. ഇവിടെ മണിയമ്മാമൻ കൊണ്ടുവന്നേ. ഇവക്ക് ഭയങ്കര ഇഷ്ടാ. ലെഗ് പീസ്. എന്തൊരു ബഹളം. എനിക്കറിഞ്ഞൂടാ. നിന്റെ സ്വർണം വല്ലതും ചോദിച്ചാ? ഇല്ല. ഒരു കണ്ണെങ്കിലും ചോദിക്കേണ്ടതാണല്ലോ. നീ ഒന്ന് സൂക്ഷിച്ചോ. പിന്നെ ഈ വീടൊന്നും എഴുതിത്തരാൻ പറഞ്ഞേക്കില്ല. വാടക വീടാണ്. ജയ, നമുക്ക് നാളെ രാവിലെ തന്നെ തിരിച്ചു പോകണം. കോഴിപ്പാമ്പിൽ കുറച്ച് പണിയുണ്ട്, അത്യാവശ്യമാണ്. ജയ, ഇന്നലെ പീരിയഡ്സ് ആണെങ്കിൽ അനിയണ്ണം പറഞ്ഞു വെച്ചു അടുത്ത 6 ദിവസം കഴിഞ്ഞിട്ടുള്ള 5 ദിവസം. ഒരു മിനിറ്റ്. ആ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ആ, പറഞ്ഞോ. ബുധൻ, വെള്ളി, വ്യാഴം, ചൊവ്വ. ആ, 250 കോടി വെച്ചല്ലേ? 250 × 4. അത് പിന്നെ കൂട്ടാം. അപ്പോൾ 1, 2, 3, 4, 5, 6. അല്ല, ഈ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ആ ദിവസങ്ങൾ വേണോ? അത് വേണ്ടേ? ഇത് പിന്നെ ഇപ്പോൾ അതാരം പിന്നെ ഇതെങ്ങനെ? ആ, അത് വേണ്ട. ആ, ഓക്കെ. അപ്പോൾ നമുക്ക് 28-ാം തീയതി സെറ്റാക്കാം. സെറ്റ്. ആ, അത് നമുക്ക് അവിടെ വന്നിട്ട് പറയാം. നിനക്ക് കണക്കെഴുതാൻ വേറെ എവിടെ കിട്ടിയില്ലേ? അണ്ണാ, സ്ഥിരമായിട്ട് ഇവിടെ തന്നെയല്ലേ എഴുതുന്നത്? ഇനി കലണ്ടറിൽ തൊട്ടതിന്റെ കഴിഞ്ഞ വിടും കേട്ടല്ലേ? ഇവിടെ കലണ്ടർ അല്ലാതെ ഇയാൾ കമ്പ്യൂട്ടറൊന്നും മേടിച്ച് വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് മാസമേതാ, ദിവസമേതാ, വർഷമേതാന്ന് പറയും. എൻ്റെ നീല ജീൻസ് എവിടെ? അലക്കാനിട്ട്. സാരല്ല. ജയ, നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ല. അതിലൊരു വിഷമം. എൻ്റെ തുണിയലക്കുന്നു, ഉണക്കുന്നു, തേക്കുന്നു.
എനിക്ക് വേണ്ടി ഇടിയപ്പം ഉണ്ടാക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കുന്നത്. പക്ഷെ എനിക്ക് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരണം എന്നൊരാഗ്രഹം. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ പറയുന്നത് എന്തും ഞാൻ ചെയ്തു തരും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. നീ പറയുന്നത് എന്തും. എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. പറ ജയ, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ചോദിക്ക്. ഇതെന്തുവാ, പെൻസിലാ? എനിക്കൊന്ന് കണ്ണെഴുതി തരുമോ? കണ്ണ ഒരൊറ്റ തൊഴിയിൽ പതിച്ചു തറയിൽ തൊഴിച്ച തൊഴിയോ കുതിര പവറിൽ കുതിര പവറിൽ കുതിര പവറിൽ കുതിര പവറിൽ കുതിര പവറിൽ കുതിര കണ്ണൻ്റെ എവിടെയാണ്? ഉള്ളിലെ, താഴെ, അകത്ത്, മേലെ? താഴെ. You look a loca, now you lose control. A tiki grenade, burn a finna gangsta. Pull out your white flag, you be floating ganga. Wanna get some more, I have to kiss some mama karma. You pull the trigger, now you think there's any escape. Now for the wickedness, I'm gonna win my red cape. Pretty good, so bitter, you'll be paying for your mistakes. Mark it in your brain, this life's gonna be a rough game. I'm gonna give you all of my habit, you check up my habit, you took me as late. Level, you better live it, suck up forever, you like to behave. Me and you all your days, praise, going to think you great. You want some praise, like a refrain, I gotta cycle, that's a repair. പറ്റൂലല്ലേ? Oh baby, oh baby, oh baby, bye 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 bye. Oh baby, bye 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 bye. Oh baby, bye 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 bye. Bye 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 bye. ജയ, ഒരു സർപ്രൈസ് ഉണ്ട്. ലവലോലിക്ക. ഒറ്റയ്ക്ക് കഴിച്ചോളല്ലേ? ലവലോലിക്ക എവിടെ? ഫുൾ ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കാനുള്ള പ്ലാനായിരുന്നല്ലേ? എനിക്കിത് ഇഷ്ടമല്ല. എനിക്ക് ലവലോലിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ. സോറി. എന്താ? ഒന്നുമില്ല, സോറി പറഞ്ഞതാ. എന്തിന്? വെറുതെ. ജയ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ? എന്നാ പിന്നെ ഒരു ഉമ്മ കൂടി തരട്ടെ?
പാമ്പ് പാമ്പോ എവിടെ? ജനലിന്റെ പുറത്താ. ജനലിന്റെ പുറത്തല്ലയോ? അങ്ങോട്ട് കാർന്നു എന്തിനാ? പെട്ടെന്ന് കണ്ടപ്പോ പേടിച്ചു. പെട്ടെന്ന് കണ്ടപ്പം നിന്റെ നിലവിളി കേട്ടെന്റെ നല്ല ജീവനങ്ങ് പോയല്ലോ. ഇനി അവിടെ കിടക്കണ്ട. വാ മോളോ എൻ്റെ കൂടെ കിടക്കാം. കുഴപ്പമില്ല, പാമ്പ് പോയല്ലോ, ഇനിയിപ്പോ എനിക്ക് കുഴപ്പമില്ല. വേണ്ട, ഇന്നലെ നീ എൻ്റെ കൂടെ കിടന്നാ മതി. വാ. ഇല്ല പോലെ. എന്താടാ നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? പേടിയാ. എന്നാ വാ എൻ്റെ കൂടെ കിടക്കാം. നീ വാ. പാടെ ഇറങ്ങുക. ഇങ്ങേർക്ക് രാത്രി ഉറക്കമില്ലേ? ഇത് എന്തോന്നു പുല്ല്? എന്തുവണ്ണാ? ചെങ്കോട്ടയ്ക്കുള്ള ലോഡ് രാവിലെ 3 മണിക്ക് തന്നെ എടുത്തു വെക്കണം. നീ പുറത്തെടുത്ത് പോയി. 3 മണിക്കാണ? അണ്ണാ ലോഡ് കയറ്റാൻ തന്നെ 2 മണിക്കൂറാവും. ഞങ്ങൾക്ക് ഉറങ്ങണ്ടേ അണ്ണാ? ഞാൻ ഇവിടെ ഉറങ്ങാതിരിക്കല്ലേ, അപ്പൊ നീ ഉറങ്ങണ്ട. ഇപ്പൊ കയറ്റി തുടങ്ങും. 3 മണിക്കാകുമ്പോ ഞാൻ എത്തും. നീരേ അലാറം അടിക്കുന്ന കേട്ടായിരുന്നു. ഇന്നലെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. എന്തുവാടെ എടുക്കുന്നില്ലേ? അങ്ങേര് എടുക്കുന്നില്ലെന്ന്. ഇങ്ങേര് വരുന്നില്ല പിന്നെ ഉണർത്തി എന്തിനാണ് പുല്ല്? ഇയാളൊരു സ്വപ്നം കണ്ടാണോ? സ്വപ്നം ഒരു 5 മിനിറ്റ് ഉറങ്ങിക്കോട്ടെ. എന്തുവാടെ പ്രാന്താ നിനക്ക് ഈ തണുപ്പത്തെ കിടന്നുറങ്ങാൻ? അനിയണ്ണ, ഞാൻ ആശുപത്രിയിൽ ഇരിക്കുന്നേ ഉള്ളൂ, തിരിച്ചു വിളിക്കാം. നമ്മളെ പ്ലാൻ സക്സസ് ചെയ്യുന്നേ, അവൾക്ക് ഡൗട്ടൊന്നുമില്ലല്ലോ. എന്താ സംഭവം? ടോക്കൺ നമ്പർ 14. ഡോക്ടർ വിളിക്കുന്നു. ഡോക്ടർ വിളിക്കുന്നു. വെയിറ്റ് എത്രയായിരുന്നു? 50. ലാസ്റ്റ് പീരീഡ്സ് എന്നായിരുന്നു? കഴിഞ്ഞ 15 തൊട്ട് 21 വരെ. 6 ആഴ്ചയായില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് അയൺ ടാബ്ലറ്റ്സും ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സും എഴുതാം. അതൊരു മാസം കഴിക്കുക, എന്നിട്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഓക്കെ? ഇറങ്ങി, എനിക്ക് ഫാമിൽ പോകണം. എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. ഇല്ല, വണ്ടി അനിയണ്ണനോട് വേണം.
അമ്മ കുറച്ച് പച്ചമാങ്ങ മേടിച്ചിട്ടുണ്ട്. എന്നോട് ആരും പറഞ്ഞതൊക്കെ വാങ്ങിക്കാന്? അവള് മാങ്ങയൊന്നും കഴിക്കത്തില്ല. സാധാരണ ഈ സമയത്ത് കഴിക്കണ്ടാണല്ലോ. എടാ എല്ലാരും എല്ലാം ഒന്നും കഴിക്കത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. നിനക്ക് വല്ലതും അറിയാവോ? മാങ്ങ ഇഷ്ടല്ലേ? ഇനിയിപ്പോ അച്ചാറിടാം. അനിയണ്ണും നിങ്ങളും തമ്മിൽ എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? എന്തോ പ്ലാൻ നടന്നെന്ന് മെസ്സേജ് ഞാൻ കണ്ടല്ലോ. ഞാൻ മെസ്സേജ് ഒന്നും അയച്ചില്ലല്ലോ. ഞാൻ കേട്ടതാണല്ലോ. ഒന്നുമില്ലാതെ അങ്ങനെ ഇപ്പം ഉണ്ടാവില്ലല്ലോ. അമ്മയാണ് സത്യം, അയച്ചിട്ടില്ല. തോർത്തോട് എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എന്താ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എന്ത് പ്ലാൻ? ജയിച്ചുമ്പോ നീ കളിക്കില്ലേ? കൈയെടു. കൈയെടുക്കടി. നീ ആരടി എന്നെ തടയാൻ? എനിക്ക് കൂടി അറിയണല്ലോ പ്ലാൻ. തന്നടി തന്നെ. ഞാനും അനിയണനും കൂടെ പ്ലാൻ ചെയ്തുണ്ടാക്കി തന്നെ ഈ കറവം. എന്ത്? നീ എന്തു വിചാരിച്ചു? ഞാൻ പേടിച്ചു പോയെന്നാ? നിന്റെ അഹങ്കാരം കണ്ടുകൊണ്ട് ഞാനിവിടെ ചുമ്മാ നിൽക്കുമെന്നാ? ഇതോടെ തീർന്നടി. ഇനി നീ ഞാൻ പറയുന്നതും കേട്ട് എൻ്റെ പിള്ളേരെ നോക്കി ഇവിടെ ജീവിക്കും. നീ ഒരു ജോലിക്കും പോവില്ല, ഒരു മറ്റടത്തും പോവില്ല. ഇപ്പൊ മനസ്സിലായില്ലേ ഈ രാജേഷ് ആരാണെന്ന്? ഞാൻ ചായ വാങ്ങിച്ചിട്ട്. എത്ര ആയടാ? നല്ല തങ്കം പോലൊരു കുഞ്ഞിനെ കിട്ടേണ്ടതാ. എൻ്റെ മോനെ അതിനുള്ള ഭാഗ്യമില്ലാതെ പോയി. പെട്ടെന്ന് ബീഫ് ഇടാൻ മാത്രം എന്ത് ടെൻഷനാണ് എനിക്ക്? നോക്കാൻ അതിൻ്റെ ടെൻഷനാ. കല്യാണം കഴിഞ്ഞപ്പോൾ മോനെ എൻ്റെ മോനില്ലേ ടെൻഷൻ അടിക്കുന്നത്. ഇത് അഹങ്കാരം. കയ്യും കാലും എടുത്തിട്ട് പൊങ്ങിച്ചാടുമ്പോൾ ഓർക്കണം. ഞാൻ ഒന്നും ചെയ്തില്ല അമ്മ. ഞാനും ഈ പ്രായം കഴിഞ്ഞാൽ ഇവിടം വരെ എത്തിയത്. പെണ്ണുങ്ങളായ ഇച്ചിരി അടക്കം ഒതുക്കുകയൊക്കെ വേണം. ഭർത്താവിനെ എടുത്തിട്ട് ചവിട്ടുമ്പോൾ ഓർക്കണം മുകളിലൊരുത്തനുണ്ടെന്ന്. ഇക്കാര്യത്തിൽ നീ എന്നെ നോക്കണ്ട. എല്ലാം നിന്റെ കയ്യിലിരിപ്പന്ന. രാജേഷ് എന്തായാലും കുഴപ്പം? നിന്നെ പൊന്നുപോലല്ലേ അവൻ കൊണ്ടു നടന്ന്. നിന്റെ ജീവിതം നീ തന്നെ തൊലച്ചു. ഇരിക്കുന്ന മനുഷ്യ കണ്ടോ? നിനക്ക് വേണ്ടി മാത്രം അയാൾ ജീവിക്കുന്ന. നീ ആഗ്രഹിച്ച എന്തെങ്കിലും ഞങ്ങൾ സഹായിച്ചു തരാതിരുന്നിട്ടുണ്ടോ? നിന്റെ ഇഷ്ടത്തിന് പഠിപ്പിച്ചു. എന്നാ ഡിഗ്രി മുഴുവനാക്കിയോ? അതുമില്ല. നിന്റെ ഇഷ്ടത്തിന് ഒരാളെ കണ്ടുപിടിച്ചു കെട്ടിച്ചു. എന്നിട്ട് അയാളായിട്ടാണ് എന്നും വഴക്കും. നിനക്ക് എന്തെങ്കിലും ഞങ്ങളൊരു കുറവ് വരുത്തിയിട്ടുണ്ടോ? നീ തന്നെ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കണം. ഒരു പെണ്ണല്ലേ ഉള്ളൂ എന്ന് കരുതി പൊന്നുപോലെ നിന്നെ ലാളിച്ചു. എന്റെ ചെറുക്കനെ പോലും ഞാനിങ്ങനെ നോക്കിയിട്ടില്ല. നിനക്ക് വേണ്ടി ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? നീ പറ. എനിക്ക് പ്രായമായി എങ്കിലും പറ. അതിപ്പോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയും പഴയതൊന്നും പറഞ്ഞ് പെണ്ണിനെ വിഷമിപ്പിക്കാനൊന്നും നിൽക്കണ്ട. കണ്ട കണ്ട അവിടെ നോട്ടം കണ്ടോ? ഇതൊന്നും എൻ്റെ വീട്ടിൽ നടക്കത്തില്ല. ചേച്ചി ഇപ്രാവശ്യം കൂടെ ക്ഷമിക്കണം. ഇനി ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് അതൊക്കെ പറയാം. അതൊക്കെ ദേഷ്യം കയറിയാലേ തല്ലിക്കൊന്ന് എന്നെയും ചാക്കി കെട്ടി വെക്കും. ടിവിയും പത്രമൊന്നും വായിക്കുകയും കേൾക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇത്ര ദിവസമായെന്നറിയാം ഒന്ന് ഉറങ്ങിയിട്ട്. എനിക്ക് എൻ്റെ ചെറുക്കനും ജീവന് പേടിയുണ്ട്. ഞാൻ കാരണം ആരും ഉറങ്ങാതിരിക്കണ്ട. ഞാൻ അങ്ങോട്ട് വരുന്നില്ല.
അങ്ങോട്ടല്ലാതെ നീ പിന്നെ എങ്ങോട്ട് വരാ? ഭർത്താവിന് വേണ്ടി തോന്നിയ പോലെ ഇറങ്ങി വരാനല്ല നിന്നെ കാശും കൊടുത്ത് അങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. നീ അങ്ങനെ ഇറങ്ങി വന്നാൽ എൻ്റെ വീട്ടിലോട്ട് കയറ്റത്തുമില്ല. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നെന്ന് ആരാ പറഞ്ഞേ? നീ പിന്നെ എങ്ങോട്ട് വരാ? ഓട്ടടി അവള് പോട്ട്. എന്നിട്ട് നീ ഒറ്റയ്ക്ക് ചോദിക്കുമോ? അതിനെന്തെങ്കിലും കാശുണ്ടാ? നിനക്കൊരു ജോലിയുണ്ടാ? നിന്റെ പ്രായത്തിലെ പെങ്കൊച്ചുങ്ങളൊക്കെ അന്തസ്സായിട്ട് പഠിച്ച് പണിയെടുത്ത് ജീവിക്കുന്നുണ്ട്. നിന്നെ പിന്നെ എന്തിനു കൊള്ളാവടി? മൊബൈലും കുത്തിപ്പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കാനല്ലാതെ. അവള് പോണെങ്കിൽ പോട്ട്. എവിടെ വരെ പോകും നമുക്ക് നോക്കാം. ഞാൻ അങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് എന്താ? തർക്കത്തരം പറയണോടി. അയ്യോ പഠിക്കാനൊന്നും നിൽക്കണ്ട. അവളെ ചവിട്ടി കൂട്ടിക്കളയും. ദേഷ്യം വന്ന ഭർത്താവാണോ തന്തയാണോന്നൊന്നും അവള് നോക്കത്തില്ല. എന്നെ ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പോൾ ഇറങ്ങിപ്പോയാ ഇന്ന് പോലും നീ എൻ്റെ മോളല്ല. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഇവിടെ ബില്ലിന് ക്യാഷ് അടക്കേണ്ട ചടങ്ങൊക്കെ ഉണ്ട്. നീ വലിയ സമത്വാഭിമാനമൊക്കെ പറയുന്നതല്ലേ? ബില്ലിൻ്റെ പകുതി അടച്ചിട്ട് പോകും, ബാക്കി പകുതി ഞാൻ അടച്ചോളാം. കൊച്ചൻ്റെയും കൂടെ ആയിരുന്നല്ലോ. ഇത് വിറ്റോ പണയം വെച്ചോ എങ്ങനെയെങ്കിലും ബില്ലടച്ചു. എനിക്കൊന്നും വേണ്ട. ഇനി ഇത് മേടിച്ചിട്ട് വേണം ശ്രീധരൻ മേടിച്ചെന്നും കൂടെ പറയാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അതെന്തോരായിരുന്നു ഇപ്പം നീ അങ്ങനെ പറയുന്നത്? ഒന്നും വേണ്ട നിങ്ങളെന്ന് പറഞ്ഞതല്ലേ? അതാ ഇപ്പം നല്ല പുതുമയായി പോയത്. തരണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മര്യാദ, തരേണ്ടത് നിങ്ങളുടെ മര്യാദ. അപ്പൊ വേണ്ടാന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അതെന്ത് വർത്താനം ചേച്ചിയാ പറയുന്നത്? നിങ്ങളല്ലേ വേണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞ് തരണ്ടേ? ചുമ്മാ ആരെങ്കിലും അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. നിങ്ങക്ക് പറ്റുമെങ്കിൽ ബില്ല് കൊടുക്ക്, ഞാൻ തിരിച്ചു തന്നോളാം. പെണ്ണെ പെണ്ണെ പെൺകിടത്തി ചൊന്നു പരക്കും പൂപ്പരത്തി എന്തടി നിന്റെ കണ്ണു കലങ്ങാൻ ലോയ്മലോയോയേ. പാട്ടും പാടി പറണതക്കം പെണ്ണെ നിന്നെ കൊണ്ടിരുത്താൻ കജനക്കൂട് കെട്ടണതരടി ലോയ്മലോയോയേ. നീ ചുമ്മാ അറിയാതെ വാ, എനിക്ക് വീട്ടിൽ പോവാം. ഞാൻ വരത്തില്ല. എടി നീ പിന്നെ എവിടെ പോവും? ഞാൻ പറയുന്നത് നീ എണീക്ക് വാ. പ്ലീസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് എടുത്ത തീരുമാനമാണ്. മാറ്റാൻ പറയരുത്. ഞാൻ വരത്തില്ല. ഉലകേ ഉലകേ അഴലിൻ ചിറക് എവിടൻ കനവ് പെണ്ണെ പെണ്ണെ പെൺകിടത്തി ചൊന്നു പരക്കും പൂപ്പരത്തി എന്തടി നിന്റെ കണ്ണു കലങ്ങാൻ ലോയ്മലോയോയേ. പാട്ടും പാടി പറണതക്കം പെണ്ണെ നിന്നെ കൊണ്ടിരുത്താൻ കഞ്ചനക്കൂട് കെട്ടണതരടി ലോയ്മലോയോയേ. ചിങ്കിമി 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 ചിങ്കവരെ ആ ചിങ്കിമി 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 ചിങ്കവരെ ചിങ്കിമി 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 ചിങ്കവരെ ആ ചിങ്കിമി 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 ചിങ്കവരെ. ഞാൻ ഓഫീസിൽ ചോദിച്ചായിരുന്നേ, ഡിഗ്രി ഇല്ലാത്തതാ പ്രശ്നം, അല്ലേ നമുക്കൊന്ന് നോക്കായിരുന്നു. കുഴപ്പമില്ല. ആ ഇയാൾക്ക് നല്ലോണം തയ്ക്കാൻ അറിയാലോ, അല്ല തയ്യക്കടയും തുടങ്ങിക്കൂടെ? സാധാരണ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ലോൺ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബോണ്ട് വെക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കാം. ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ് അത് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ലോൺ കിട്ടും. പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. ഞാനും നോക്കാം. നാട് വെറുക്കണ നിന്നെ പാടെ മടുക്കണ നിന്നെ ലോയോയേ ലോയ്മലോയേ ചിങ്കിമി ചിങ്കവരെ. നാരി നടിച്ചിടമെന്നും നാരകമരം നട്ടിടമെന്നും പ്രാഗി പൂലം പണതെന്ത ലോയ്മലോയോയേ. ഞാൻ അച്ഛനോട് വരണ്ടെന്ന് പറഞ്ഞേ,
അല്ലാതെ മോളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഈ സമയത്ത് ഞങ്ങൾ നിന്റെ കൂടെ നിന്നെ പിന്നെ ആര് നിൽക്കാനാ? മോള് പോയി ബാഗ് എടുത്തിട്ട് വാ. ചെല്ല്. വേഗം ഇറങ്ങാൻ നോക്ക്. നിന്നെ ആക്കിയിട്ട് വേണം ഇരുട്ടുന്നതിന് മുന്നേ എനിക്ക് വീടെത്താൻ. ഇങ്ങോട്ട് രാജേഷിനോട് അച്ഛൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വരുന്നില്ല, അമ്മ പൊക്കോ. അങ്ങനെ പറഞ്ഞ എങ്ങനാ? നിന്നെ ഇന്ന് തന്നെ കൊണ്ടാക്കാൻ ഞാൻ പറഞ്ഞല്ലേ. ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല, അമ്മ പൊക്കോ. ഇരുട്ടുന്നതിന് മുമ്പ് വീടെത്തണ്ട്. അച്ഛൻ അപ്പഴേ പറഞ്ഞ നീ പറഞ്ഞാ കേക്കത്തില്ലെന്ന്. നോട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട് ഒരു കാലത്ത് നീറുന്നേ ചിത പോലെന്നാലും കരയുന്നേ വീഴുന്നേ വില പോലെന്നാലും ഉയരാനായി ഈ മണ്ണിൽ മുള പൊന്തുന്നുള്ളം ഇനി വീണ്ടും തിരകൊള്ളാൻ തിരയുന്നു ജന്മം. Hoy loy 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 nanire hoy loy loy hoy loy loy hoy da di re da re re da di re. റെജി, നീ കാശ് കുറെ പെൻഡിങ് ആണല്ലോ, കുറെ നാളായി പറയുന്നു. ഡേയ്, ഞാൻ തരൂലെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞു നോക്ക്. സാധനം തന്നിട്ടുണ്ടെങ്കിൽ കാശ് മേടിക്കാൻ ഈ രാജേഷിന് അറിയാം, കേട്ടല്ലേ? ഓ ശരി. സിയാദിക്ക, ഇവനെന്നെ നേരെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു, പറഞ്ഞു കൊടു. എന്ത് ചിരിക്കുന്ന? ഒന്നുമില്ല. ചിരിക്കാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അനിയണ്ണ, ഞാൻ പുറത്തുണ്ട്, പറയണ്ണ. ഒരു പ്രശ്നമുണ്ട്. എന്തുവാണ്? ഞാൻ വാട്സാപ്പിൽ നിനക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രൂപ്പിൽ വന്നതാ, നീ നോക്കേ. ഇതിപ്പോ എല്ലാരും കണ്ടു കാണുവണ്ണ. എന്തോ ചെയ്യട്ട്? ആ മൊബൈൽ കട പുല്ലന്മാരെയാണെന്ന് കാണട്ടെ. അവിടെ നിന്ന് ലീക്ക് ആയതാവാനേ ചാൻസ് ഉണ്ട്. മാക്സിമം ആൾക്കാർ കാണാതെ നോക്കണേ അണ്ണ. എടാ, നീ ടെൻഷൻ അടിക്കല്ലടേ. ഇത് അധികം ആരും കണ്ടിട്ടില്ല. ഞാൻ എല്ലാ ഗ്രൂപ്പിലും മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇത് ആർക്കും ഷെയർ ഇല്ലെന്ന്. നീ പേടിക്കണ്ടാ, ഞാൻ നോക്കോളാം. ഓ, മരുമോളാള് കൊള്ളാല്ലേ. ചെറുക്കന് ജീവനോടെ കിട്ടിയത് ഭാഗ്യം. അണ്ണ ഏറില് അണ്ണൻ അങ്ങനെ സംഭവിക്കാത്താണല്ലോ. പെണ്ണുങ്ങളെ ഇങ്ങനെ വേണം. ഇവളിത് എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല എന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ഇനി ഒരു നോക്ക് കാണാനാകുമോ ഇവന് ഇവരെയൊക്കെ? ഇവിടെ ഇങ്ങനെയാണ് ഇവനെങ്കിൽ തകർന്നു പോകും, വെന്ത് വെണ്ണീറാകും ഈ ഹൃദയങ്ങൾ. There is no confusion at all. Women ഇങ്ങനെ തന്നെയായിരിക്കണം പ്രതികരിക്കേണ്ടത്. അടിമച്ചങ്ങളെ പൊട്ടിച്ച സ്ത്രീയുടെ മുന്നേറ്റം. വ്യക്തമായ ഒരു കാരണമില്ലാതെ ഒരു പെൺകുട്ടി മൂവി കെ ഫൈറ്റ് ബെറ്റർ. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റി. ആ വീഡിയോ കണ്ടാൽ അറിയാം ഫേക്കാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്താ അവള് കാട്ടിക്കൂട്ടുന്നത്? നല്ല 9-1 ഈ ഇവിടെയുള്ള മഹിളാ സംഘടനകളൊക്കെ അവള് കാമനോട് പോകാൻ വേണ്ടിയാ ടിക്കനൊക്കെ തല്ലിക്കൊല്ലം നോക്കി. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അഹങ്കാരമുണ്ടല്ലോ. സ്വന്തം അവളെ കിടന്നു ചാവുട്ടുക. ആ പെണ്ണ് അവളുടെ ചുരിദാറ് കണ്ടിട്ടുണ്ടോ? എനിക്ക് കേറിയിട്ടിരിക്കുവാ. എന്റെ അടുത്തോട്ട് വല്ലതും വന്നോണ്ടല്ലോ അങ്ങൊരു ബ്ലൈഡ് എടുത്ത് വെച്ചൊക്കെ പോത്തി വിടും.
നിങ്ങളും When a man kicks, it is a girl. When a woman kicks, it is a foul. See, what is I am trying. പെണ്ണുങ്ങള് കാലുപൊക്കരുത്, പെണ്ണുങ്ങള് കാലുപൊക്കിയാൽ അത് ലോകാവസാനത്തിന്റെ ലക്ഷണമാണ് മക്കളെ. മനസ്സിലായോ? നിങ്ങൾ അടിയുടെ ഫുൾ വീഡിയോ കിട്ടാൻ വേണ്ടിയുണ്ടോ? അല്ല, ജസ്റ്റ് ഒന്ന് കാണാനാ, ഫുള്ള് കണ്ടില്ല. നമ്മളവളെ ചെറുതായിട്ട് കണ്ടുപോയി. നീ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. ഇവളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഭാര്യ തങ്കം. സത്യം പറയാനാണ്, നിങ്ങൾ കമ്പിളി ചേച്ചിയുടെ നല്ല അടി കിട്ടിയിട്ടുണ്ടല്ലേ? പറയടേ. ഞാൻ വീട്ടില്. എന്തുകൊണ്ടാ എങ്ങോട്ടൊന്നും ഇറങ്ങാതെ? അണയില്ലാത്തോണ്ടേ ഇവിടെ എല്ലാവരും ഡസ്പാ. മനസ്സിലായി. അണ്ണാ, മറ്റേ കൃഷ്ണ ഫാമില്ലേ, അങ്ങനെ ഇപ്പൊ പൈസ കുറച്ചാണ് കോഴിയെ കൊടുക്കുന്നതെന്ന്. ഈ ക്യാബില് കച്ചവടം പിടിക്കാനുള്ള പരിപാടിയാണ് അണ്ണാ. ഞാനെണ്ണം പൊട്ടിക്കണം അണ്ണാ, നമ്മൾ മേടിച്ചോളാം. അണ്ണന് പിടിവിടാനൊന്നും പറ്റൂലല്ലോ. റെസ്റ്റ് എടു. വേണ്ട, ചുമ്മാരി, ഞാൻ വരാം. ഡിവോഴ്സ് കൊടുക്കണം അണ്ണ. അവളെങ്ങനെ വെറുതെ വിടാൻ പറ്റൂല. ഞാൻ എന്തായാലും നാണം കെട്ടും. എടാ, ഇത് ഇത്ര വലിയ നാണക്കേടായിട്ട് നീ കൂട്ടണ്ട. നീ എടുത്തിയാടാതെ ഒന്ന് ആലോചിച്ച് ചെയ്യാൻ നോക്കും. മനസ്സിലായോ? എടാ രാജേഷ്, എന്തുവായി കാണുന്നതൊക്കെ? വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഇച്ചിരി സ്വാതന്ത്ര്യം കൊടുത്തുകൂടെ? അതിനൊക്കെ നമ്മൾ ഇക്കാക്കാനെ കണ്ടുപിടിക്കും. എനിക്കറിഞ്ഞൂടെ, നോക്കണ്ടല്ലേ ആളെ പറയാൻ പറ്റും. നീ ഡിവോഴ്സിനെ പറഞ്ഞ അവള് നിന്റെ കാല് പിടിക്കണമെന്ന്. എന്നാലും ഇത് ആരുടെ അത്? വരുന്നവരും പോണവരും. നമ്മള് ഇതിനും ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? നല്ലതുപോലെ അറിയാം എനിക്ക് അത് എവിടെയാണെന്നാണ്. അതോട് അല്ല, എന്താണ് കാര്യം? ഇവന്റെ ഡിവോഴ്സിന്റെ ആവശ്യത്തിന് വന്ന സാർ. മ്യൂച്വലാണോ? അല്ല. പിന്നെ ഈ ഡിവോഴ്സ് ചെയ്യാൻ എന്തെങ്കിലും റീസൺ? ഭാര്യയ്ക്ക് വേറെന്തെങ്കിലും അവിഹിതം? ഇല്ല. പിന്നെ ഈ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥത, ബലക്ഷയം, അങ്ങനെ എന്തെങ്കിലും? ഈ സ്വത്തുപരമായിട്ടോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. വ്യക്തമായൊരു റീസൺ ഇല്ലാതെ നമുക്ക് കോടതി കൊടുക്കാൻ പറ്റില്ല. റീസൺ ഉണ്ട് സാർ. നമ്മുടെ വക്കീലല്ലേ ഇത്? സാർ, ഈ റീസൺ പോരാ സാർ. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല മുഖപരിചയമുണ്ടെന്ന്. ഇത് വൈറലായ വീഡിയോ അല്ലേ? ഞങ്ങളുടെ വക്കീലമാർ ഗ്രൂപ്പിൽ ഈ സാധനം വന്നു. ഞാൻ കുറേ ഗ്രൂപ്പിൽ ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തു. താങ്ക് യു സാർ. നിഷ കണ്ടായിരുന്നു ഈ വീഡിയോ? എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി സാർ. പിന്നെ ആള് സ്റ്റാറായിട്ടാ ഈ ഒറ്റ സംഭവത്തോടുകൂടെ. എല്ലാവരും ഇത് ഒറിജിനലാണോ? അയ്യോ, ഒറിജിനൽ സാറേ. ഒറിജിനലാ. ഓക്കെ, ഇതൊരു സ്ട്രോങ് റീസണാണ്. നല്ല ഉഗ്രൻ ക്രൂവൽറ്റി. നമുക്ക് ക്രൂവൽറ്റി ഗ്രൗണ്ടിൽ കൊടുക്കാം. ഓക്കെ അല്ലേ? ചെറുക്കൻ എണീക്കാൻ വയ്യാട്ടാ. രാജേഷേ, നീ ഇടി കൊണ്ട് വയ്യതെ കിടക്കണം എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളൊന്ന് കാണാൻ വന്നതാണ്. പിടിക്കണോ? എനിക്കൊരു കുന്തോ ഇല്ല. അവനങ്ങനെ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു ഡിപ്രഷനാ. അപ്പൊ കിഡ്നി പോയതിന്റെ പ്രശ്നം. ഇങ്ങാട്ട് നോക്കണ്ട കണ്ണുകളെ, കാണുവാനീടൊരു കുന്തോമില്ല. നേരല്ലേ പണ്ടേ ഇതിങ്ങനല്ലേ, എല്ലാമേ നന്മയ്ക്കു വേണ്ടിയല്ലേ. നീ ഡിവോഴ്സിന് കൊടുത്തല്ലേ? എന്നാ അടി കൊടുത്തല്ലേ ശീലം. തിരിച്ചു കിട്ടിയപ്പോ അതിന്റെ വിഷമം മനസ്സിലായോ? എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരുന്നാലോ? ആ ഫാമിലോട്ടൊക്കെ ഒന്ന് പോകുമോനെ. അമ്മ മുട്ടയും പാലും എടുക്കട്ടെ.
എനിക്കങ്ങ് വേണ്ട. ഇടിയപ്പം ആയാലോ? അമ്മ ഒന്ന് പോയേ, മനുഷ്യന് സൗകര്യം തരില്ല. മാവ് മാത്രമേ ആർക്കുമില്ലേതൊരു ദണ്ണവുമില്ല, ചട്ടിക്കാലവുമായി തട്ടുകില്ലേ, ഈ ചട്ടിക്കാലത്തിൻ്റെ നാഥയല്ലേ, താനാനേ താനേ താനാനേ. ചേച്ചി ഡൈവേഴ്സ് തരുവാണ? ചേച്ചിയാ? അവളായിരുന്നു എന്റെ വല്യമ്മയുടെ മോളാ. പറ്റില്ലെങ്കിൽ വെച്ചിട്ട് പോടി. അണ്ണാ അണ്ണാ അത് ശരിയാകത്തില്ല കേട്ടാ. ആ ചെങ്കോട്ടയിൽ ലാവന്മാർക്ക് ഇപ്പൊ നമ്മുടെ ലോഡ് വേണ്ടെന്ന്. മറ്റേ കൃഷ്ണ ഫാമില്ലേ, അങ്ങേരെ ഇപ്പൊ 115 രൂപയ്ക്കാണ് കോഴി കൊടുക്കുന്നത്. അങ്ങേരെ കിട്ടും 4 പൊട്ടിക്കണ്ടേണ. അതൊന്നുമല്ല, പിന്നെ ആ വീഡിയോ വൈറലായതുകൊണ്ടാണ് കച്ചവടം കുറഞ്ഞത്. എന്തായാലും അവരുടെ നല്ല പൊട്ടിക്കണോടാ രാജേഷേ. അവന്റെ ഫാം എല്ലാവരും അടിച്ച് പൊളിക്കും ഞാൻ. നീ ഇതും കൂടെ എന്റെ തലയിലാവോടെ? ഏയ് അതൊന്നുമില്ല. പിള്ളേരെ പോയി തുടങ്ങിട്ടാ. നാളെ രാവിലെ നമുക്ക് അവന് സെറ്റ് ചെയ്യണം. രാജേഷേ, നീ പോയി ഡൈവേഴ്സ് വാങ്ങിക്കാൻ നോക്ക്. ആ കിളവന്റെ കാര്യം നമ്മളേറ്റ്. ചുമ്മാ പോയി മേടിക്കാൻ തന്തോന്നു. അവളും കൂടെ മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറായാലേ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ കുറെ വർഷങ്ങളോളം ഇതിന്റെ പുറകെ കടക്കേണ്ടി വരും. അത് കിട്ടിയാലാണ്ട് എന്റെ മുഖത്തൊരു തെളിച്ചു വരും. ഇല്ലാണ്ടാ എന്നാ ആര് പറഞ്ഞു? നീ എവിടെയെങ്കിലും ഭർത്താവും ഭാര്യയും ഡിവോഴ്സ് ചെയ്തിട്ട് ഭർത്താവ് ഒറ്റയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഭാര്യമാര് ഹാപ്പി ആയിരിക്കും. എന്താണെന്നറിയോ? ഇല്ല. പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പറ്റൂല. നമുക്ക് അവരില്ലാതെ പറ്റില്ല, അത്ര തന്നെ. അണ്ണാ, അണ്ണനെ ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഡിവോഴ്സ്? അതിന് ഇഷ്ടമാണെന്നാണോ ഞാൻ പറഞ്ഞത്? ഒറ്റയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നതല്ലേ പറഞ്ഞത്. ഈ കാണുന്ന ദേഷ്യം ചാടയൊക്കെ ഉള്ളൂ. പാവങ്ങളാ, ഒറ്റയ്ക്ക് പറ്റില്ല. ആ മീനുണ്ട്, ഇലയിൽ തന്നെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് എടുത്ത് കള്ളം പറയൂ. ആ നീ ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കും, ഞാൻ എത്തി. ശരി ശരി, ഓക്കെ, ബൈ ബൈ. എന്നാ വിളിക്കും. സോറി, ഞാൻ ഇത്തിരി ലേറ്റ് ആയിപ്പോയി. ഇരി. രാജേഷൻ ജയഭാരതി ഇന്ന് എത്തിയിട്ടുണ്ടോ? ഇത് ഭയങ്കര പാവം പയ്യനാണല്ലോ. ഇവനെയാണോ അടിച്ചേ? കൊള്ളാം. ഇപ്പൊ പെണ്ണുങ്ങളൊന്നും അത്ര ശരിയല്ല. എന്ത് ഒന്നും പറയാനില്ലേ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്ക്. ഞാൻ ഒരു കൗൺസിലിംഗ് എഴുതിത്തരാം. എന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് മുന്നോട്ട് കൊണ്ടുപോകണതാണ് നല്ലത്, ഇല്ലേ? എന്ത് ഓക്കെ അല്ലേ രാജേഷ്? ഞാൻ ഇയാളുടെ കൂടെ പോവില്ല. പോകൂലേ? അത് പോവാത്ത നിങ്ങൾക്ക് ഇയാളുടെ കൂടെ പോവാനും പറ്റൂല, ഡൈവേഴ്സും കൊടുക്കൂല, 24 മണിക്കൂർ ഇയാൾ എടുത്തിട്ട് ഇടിക്കുകയും ചെയ്യും. ഇതെന്തോന്നടാ ഇത്? ഇതെന്തോന്ന് ലോകം? ഇയാൾക്കൊരു ജീവിതം വേണ്ടേ? ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ടെന്നും പറഞ്ഞേ ഈ രണ്ടും പറ്റൂല എന്നുള്ള ഇവിടെ നടക്കൂലേ? ഇയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പാവം തോന്നൂലേ? ഡിവോഴ്സ് ചെയ്യാൻ എടുത്ത തീരുമാനം ഇയാൾ മാത്രം എടുത്താണ്, ഞാൻ എടുത്തല്ല മാഡം.
അതെന്താ നിങ്ങൾ തീരുമാനിക്കാത്തേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതെന്താ രാജേഷേ, ജയഭാരതി അറിയിച്ചില്ലേ? അല്ല, ഞാൻ നോട്ടീസ്. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും ഒരു കാര്യം പോലും എന്നോട് ചോദിച്ചിട്ടല്ല തീരുമാനിക്കുന്നത്. എനിക്കൊരു അഭിപ്രായമില്ല. അതെന്താ രാജേഷേ ജയഭാരതി എടുത്ത് ചോദിക്കാത്തേ? എന്ത് ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്തിന്? അവർ സംസാരിക്കുന്ന കണ്ടില്ലേ? ഇരി എവിടെ? ആ പറ രാജേഷേ, എന്താ ജയഭാരതിയോടൊന്നും ചോദിക്കാത്തേ? അവരുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? അത് അവളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മാഡം. ഓഹോ, സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുമല്ലേ? എത്ര വരെ കൊടുക്കും? ആവശ്യത്തിന്. നീ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വേണോ അവൾക്ക് കിട്ടാൻ? അതല്ല മാഡം, അവളങ്ങനെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. ആണോ ജയഭാരതി? എന്നോട് എന്തെങ്കിലും ചോദിച്ചാലല്ലേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റൂ. അത് പിന്നെ എന്റെ ജോലിയുടെ തിരക്കിന്റെ ഇടയിൽ അങ്ങനെ സ്നേഹത്തോടെ പെരുമാറാനും സംസാരിക്കാനൊന്നും സമയം കിട്ടാറില്ല. എനിക്കും ഇപ്പൊ ജോലി ഉണ്ടല്ലോ, എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ സമയം കിട്ടാറുണ്ട്. ഇത് അതുപോലല്ല, നല്ല തിരക്കാണ്. അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ കുറച്ച് ദേഷ്യമൊക്കെ വന്നൊക്കെ ഇരിക്കും. എനിക്ക് നല്ല തിരക്കുണ്ട്, പക്ഷെ ഈ പറയുന്ന ദേഷ്യമൊന്നും എനിക്ക് ആരോടും തോന്നിയിട്ടില്ല. തിരക്ക് ഇനി ആ തയ്യൽ മെഷീനിൽ നിന്ന് തയ്ച്ചുണ്ടാക്കുന്ന പോലെ അല്ല ഇത്. പിന്നെ കോഴി ഫാമിൽ കോഴിയുടെ ഇടയ്ക്ക് അഴുക്കിന്റെ ഇടയ്ക്ക് കിടന്നാണ് പണിയെടുക്കുന്നത്. നിങ്ങൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തോ അറിയാം? ചുമ്മാ ഇരുന്ന് കുറച്ച് ചോറും കറിയും വെച്ച് ഉണ്ടാക്കിയാ പോരെ. പുറത്ത് പണിയെടുക്കുന്ന ആണുങ്ങളെ കഷ്ടപ്പാട് നിങ്ങൾ വല്ല അറിയുന്നുണ്ട്? എന്താ എന്താ നിന്നെ കൊണ്ട് എടുത്താ പോകാത്ത കാര്യം ഇവിടെ പറയണ്ട. സൂക്ഷിച്ച് സംസാരിക്കണം. നീ പറ കൊച്ചേ. അടിയും ദേഷ്യവും മാത്രമല്ല, മര്യാദയ്ക്ക് സംസാരിക്കാൻ കൂടെ അറിഞ്ഞൂടാ. ഒരു 5 മിനിറ്റ് എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം, പെണ്ണ് കാണാൻ വന്നപ്പോ. നമ്മൾ 24 മണിക്കൂറും പെണ്ണുങ്ങളോട് സംസാരിച്ച് സൊള്ളിക്കൊണ്ടിരിക്കുന്നല്ല, നമുക്ക് വേറെ പണിയുണ്ട്. കുടുംബത്തിൽ പറഞ്ഞവരൊക്കെ അങ്ങനെ തന്നെ. കുടുംബത്തിൽ പറഞ്ഞവരാ എന്നുവെച്ചാ ബാക്കിയുള്ളവരാരും കുടുംബത്തിൽ പറഞ്ഞവരല്ലേ? ഈ രാഴ്ച വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ വെച്ചേ? ഇങ്ങനെയൊക്കെ തന്നെ. സ്വന്തം ചേച്ചിക്ക് തടി കൂടുന്നത് ഫുഡ് കഴിച്ചിട്ടാണെന്നാണ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. ഹോർമോൺ ചേഞ്ച് കൊണ്ടാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. രാജേഷേ, ഒരു കുടുംബ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് എന്തൊക്കെയാ വേണ്ടതെന്നറിയാമോ? അനുസരണ, പിന്നെ പാചകം, എന്നിട്ട് സംസ്കാരം, കൈപുണ്യം. എടോ കുടുംബത്തിൽ പറഞ്ഞവനെ, നിനക്ക് കിട്ടിയൊന്നും പോരെ? ചുമ്മാല അവളെ എടുത്തിട്ടിരിക്കുന്നത്. പറഞ്ഞു കൊടുക്കണ? ആരത്? എന്റെ അണ്ണൻ. അണ്ണനാ? അണ്ണ ഒന്ന് എഴുന്നേറ്റാണ് നോക്കട്ടെ. നിങ്ങളല്ലേ അന്ന് ഡൈവോഴ്സിന് പെണ്ണും പിള്ളയുടെ കാര്യം പിടിച്ചു കിടന്ന് കരഞ്ഞത്? സുഖം തന്നെ? ശരി, എന്ന അണ്ണൻ പറ. ഒരു കുടുംബ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറ. സംസ്കാരം, ഭക്തി, കുട്ടികൾ. കൊള്ളാം. അതൊന്നും അല്ല. കരുണം, ശാന്തം, പിന്നെന്താ? നീതി, സമത്വം, സ്വാതന്ത്ര്യം. ഇത് 3 സ്ത്രീക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 3 കാര്യങ്ങൾ. മനസ്സിലായോ? ഒരു കാര്യം ചെയ്യ്, നീ ഒരു പേപ്പറിൽ 1000 പ്രാവശ്യം എഴുതിക്കൊണ്ടു വാ. ചെല്ല്. നീയല്ല, നീ അണ്ണായി എഴുതിക്കൊണ്ടു വാ. എന്തോന്ന് കോടതി, വെറുതെ നമ്മൾ പണി കൊടുക്കും. ദൈവത്തിന്റെ കോടതി ഉണ്ടല്ലോ, മാറുകേച്ചി. ജയ, നിനക്കെന്താ പറയാനുള്ള? എനിക്കൊരു 5 മിനിറ്റ് സംസാരിക്കണം. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യും,
രണ്ടുപേരും കൂടെ ഡിവോഴ്സ് വേണോ വേണ്ടയോ എന്ന് ആദ്യം പോയി തീരുമാനിക്കും. എന്നിട്ട് ഇങ്ങ് വാ. നീതി, സമത്വം, സ്വാതന്ത്ര്യം. 288 നീതി, സമത്വം. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ഇപ്പൊ സീസണാ? ഓഫ് സീസണാ. കോഴിക്കിപ്പോ എന്താ വില? എത്രക്കാ കൊടുക്കുന്നതെന്ന്? 125. ഞാൻ കൊടുക്കുന്നത് 115. ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ ലോൺ കിട്ടും. ഒരാഴ്ച എന്റെ ബിസിനസ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് ഇട്ടാ ഞാനതങ്ങോട്ട് തന്നേക്കാം. ഇപ്പൊ ഞാനല്ല ഇതിന്റെ മുതലാളി. my darling, my sona, my baby, why do you do? Punch, single punch, double punch, triple punch. Single punch, double punch, triple punch. My darling, my sona, my baby, why do you do? ഇതാണ് തീർന്നേ. ഇനി ഇതിന്റെ പേരിൽ വേറൊരു വിഷയം ഉണ്ടാവില്ല. నేను వాడిని చంపేస్తాను. Punch, single punch, double punch, triple punch.